പ്രഖ്യാപനം വന്നിരിക്കുന്നു. 11ാമത്തെ ദിവസം ഉച്ചയോടടുക്കുന്ന ഈ നിമിഷത്തിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. പട നയിച്ചവൻ പടനായകൻ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ, കോൺഗ്രസുകാരുടെ VDS, കേരളത്തെ നയിക്കാൻ, കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ജയേഷ്, ഏഷ്യാനെറ്റിലെ വിരു തിരുത്തി പറയണം. ഈ പറയുന്ന MLA ബഹുഭൂരിപക്ഷവും കേസോടൊപ്പമാണ്. നിങ്ങളൊക്കെ വട്ടപ്പേരിട്ട് പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി താൻ പപ്പു അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ സമൂഹത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പമാണ് ആ ലീഡർ എന്ന് നിൽക്കുന്നത്. അതെ, കേരളത്തിലെ ജനങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും വലിയ വിജയം നൽകിയിരിക്കുന്നത്. കോൺഗ്രസിലെ അണികളുടെ വികാരമല്ല, പൊതുജനത്തിന്റെ വികാരം. കേരളത്തിലെ 3.5 കോടി പൊതുജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ്. രമേഷ് ജി, അങ്ങനെ പറയരുത്. നമ്മൾ ഒരു സാധനം മോഹിച്ച് മാത്രം അങ്ങ് ചെയ്യരുത്. അങ്ങിൽ വിശ്വാസം അർപ്പിച്ച കേരള ജനങ്ങളുണ്ട്. 100 സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്ന ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ പറഞ്ഞെടുത്ത് നിന്നു. ഒരു ജാതിമത ശക്തികളെയും അദ്ദേഹം അടുപ്പിച്ചില്ല. അദ്ദേഹമാണ് കേരളം ഭരിക്കേണ്ടത്. സാക്ഷര കേരളത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായി ജനവികാരം മാനിക്കപ്പെട്ടിരിക്കുന്നു. ജനങ്ങൾക്ക് മുമ്പിൽ പട നയിച്ചവൻ തന്നെയാണ് പടനായകനായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാനിക്കപ്പെടേണ്ടത് 3.5 കോടി ജനങ്ങളുടെ ശബ്ദത്തെയാണ്. ചില KC പക്ഷക്കാര് ഞാൻ KCയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അസംബന്ധം വിളിച്ചു പറയുന്നത് കേട്ടു. സതീശൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും VD സതീശൻ വ്യത്യസ്തനാകുന്നത്? അദ്ദേഹത്തിന്റെ ഫോർസൈറ്റ്, കാഴ്ചപ്പാടുകൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 12 മന്ത്രിമാർ തോക്കും, പക്ഷെ 13 പേരാ തോറ്റത്. ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട് പോലെ വിഭവശേഷിയുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ്, ഒരു ദേശമാണ്. ഈ പറയുന്ന ക്ഷേമ പെൻഷൻ 3000 രൂപ അർഹമായിട്ടുള്ള കരങ്ങളിലാണ് കിട്ടുന്നതെന്ന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക, അത് നിലനിർത്തുക, നടപ്പിലാക്കുക. മറ്റൊന്ന് സ്ത്രീകൾക്കുള്ള ഈ പറയുന്ന സൗജന്യ ബസ് യാത്ര. എനിക്ക് ഉറപ്പുണ്ട്, 100% എനിക്ക് ഉറപ്പുണ്ട്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിൽ കേരളത്തെ മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ ഇതിനകത്ത് കുതികാൽ വെട്ടുകയാണെങ്കിൽ, മികച്ച രീതിയിൽ പട നയിക്കുന്ന ഒരാളിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ പൊതുജനം കൊടുക്കും. ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾ നന്മ ചെയ്യുന്നവരെ നന്മ ചെയ്യുന്നവരായിട്ടും നിങ്ങളുടെ തിന്മകളായിട്ടും പുറത്തു കൊണ്ടുവരാൻ ഒരു മാധ്യമത്തിന്റെ ക്യാമറ കണ്ണുകൾ തുറക്കുകയാണ് ജനനായകർ. നമസ്കാരം. ജനനായകരിലേക്ക് സ്വാഗതം. മിസ്റ്റർ ജയേഷ്, അങ്ങനെ അഭിനവ നായകൻ പ്രഖ്യാപനം വന്നിരിക്കുന്നു. 11ാമത്തെ ദിവസം ഉച്ചയോടടുക്കുന്ന ഈ നിമിഷത്തിൽ പ്രഖ്യാപനം വന്നിരിക്കുന്നു. പട നയിച്ചവൻ പടനായകൻ പട നയിച്ചവൻ അങ്ങനെ വരുന്നു. അങ്ങനെ വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VD സതീശൻ, കോൺഗ്രസുകാരുടെ VDS, കേരളത്തെ നയിക്കാൻ, കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ജയേഷ്, നമ്മളെ 2 ദിവസത്തെ ചർച്ച നമ്മൾ പറഞ്ഞു, കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും നമ്മൾ ഊന്നിപ്പറഞ്ഞ കാര്യം VDS തന്നെ ആയിരിക്കും ഒരു പക്ഷേ എന്ന് പറഞ്ഞു. എന്തായാലും മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്, ചാനലുകൾ ആഘോഷിക്കുകയാണ്. നമുക്ക് അതിന്റെ ഒരു വിലയിരുത്തലിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും. എന്തായാലും ഇതിനകത്ത് ഏറ്റവും വലിയൊരു ബിഗ് സല്യൂട്ട് നൽകേണ്ടത് ഗാന്ധി കുടുംബത്തിനാണ്. സോണിയാഗാന്ധിയുടെ, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി, ഈ 3 പേർ കഴിഞ്ഞ 3 അല്ലെ 10-13 ദിവസങ്ങളായിട്ട് അനുഭവിച്ച ദുഃഖങ്ങൾക്ക് അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഇന്ന് വിരാമമിട്ടു. അതിൽ ഏറ്റവും തന്റെ ഇടത്തോടുകൂടി രാഹുൽ ഗാന്ധി, നേരത്തെ ഈ ഒരു മാധ്യമത്തിന്റെ തലവൻ അല്ലെങ്കിൽ ഒരു മീഡിയ ഹൗസിന്റെ എഡിറ്റോറിയൽ ഹെഡ്, അദ്ദേഹത്തിന്റെ വട്ടപ്പേരിനനുസരിച്ച് അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടുന്നു. ഏഷ്യാനെറ്റിലെ വിനു തിരുത്തി പറയണം. ഇനി വിനുവിന് ഒരിക്കലും രാഹുൽ ഗാന്ധിയെയോ VD സതീശന്റെയോ ഈ വരുന്ന നിലപാട്, അല്ലെങ്കിൽ VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയ രാഹുൽ ഗാന്ധിയുടെ നിലപാട് അദ്ദേഹത്തിന് ചില തെണ്ടുകളിട്ട വട്ടപ്പേരിനനുസരിച്ചുള്ള നിലപാടല്ല എന്ന് വിനു തിരിച്ചു പറയേണ്ടി വരും. പ്രധാനമായിട്ടും രാഹുൽ ഗാന്ധി എടുത്ത വളരെ ശക്തമായ തീരുമാനം എന്താണെന്ന് അറിയോ? ഈ പറയുന്ന MLA ബഹുഭൂരിപക്ഷവും കേസോടൊപ്പമാണ്. യാതൊരു തരത്തിലുമുള്ള ഈ പറയുന്ന ഉന്നതാധികാര സമിതിയിൽ യാതൊരു തരത്തിലുള്ള സപ്പോർട്ടും VD സതീശൻ ഇല്ലായിരുന്നു. ആരുമില്ല. കേരളത്തിന്റെ ജനങ്ങളുടെ വികാരം മാനിച്ച് നിങ്ങളൊക്കെ വട്ടപ്പേരിട്ട് പപ്പു എന്ന് വിളിക്കുന്ന രാഹുൽ ഗാന്ധി താൻ പപ്പു അല്ല എന്ന് വളരെ വ്യക്തമായിട്ട് ഇന്ത്യൻ സമൂഹത്തെ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പമാണ് ആ ലീഡർ എന്ന് നിൽക്കുന്നത്. സോ ബിഗ് സല്യൂട്ട് ടു ഹിം. അതായത് ശരിക്കും പറഞ്ഞാൽ ജയേഷ് പറഞ്ഞ പോലെ തന്നെ സതീശന് ഒരു സപ്പോർട്ടോ ഒരു കാര്യങ്ങളോ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിന്നിൽ ഉറച്ചു നിന്നത് അദ്ദേഹം എടുത്ത തീരുമാനങ്ങളുടെ ശക്തിയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ശക്തിയാണ്. അതുപോലെ ഹൈക്കമാൻഡിന്റെ ബിഗ് സല്യൂട്ട്. അവിടെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഈ 3 പേരിലേക്ക് ഒതുങ്ങുന്നു. അതെ, സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്ന് നടത്തിയിട്ടുള്ള 3 പേരുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്നുള്ള കുമ്പസാരം അടക്കം ഇതിന്റെയൊക്കെ കാല് പിടിച്ചിട്ടുള്ള ഇടപെടലാണ്
ഈ തീരുമാനത്തിന് കേരളത്തിലെ ജനങ്ങൾക്കാണ് നിങ്ങൾ ഏറ്റവും വലിയ വിജയം നൽകിയിരിക്കുന്നത്, വിജയ ആഹ്ലാദം നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് ഒരു കാര്യം കൂടെ വ്യക്തമായിട്ട് പറയാനുള്ളത്, ഈ 11 ദിവസത്തെ ഈ ഒരു താമസം ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞ പോലെ AICCയുടെ രാഹുൽ ഗാന്ധി, സോണിയാജി, ഖാർഗെജി, അതുപോലെ മുതിർന്ന നേതാക്കളൊക്കെ പ്രിയങ്കജി ഉൾപ്പെടെയുള്ളവർ എടുത്ത തീരുമാനത്തിൽ അവസാനം രാഹുൽജിയുടെ ഫൈനൽ ഡിസിഷനാണ് സതീശൻ മതി എന്നുള്ളത്. അതിനകത്ത് ഒരുപാട് പ്രധാന ഒരു ഘടകമുണ്ട്. നമ്മളിപ്പോൾ ഈ 12 മണി നേരത്തേക്ക് ഈ പറയുന്ന കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം 12 മണിക്കുള്ള വാർത്താ സമ്മേളനത്തിൽ അനൗൺസ് ചെയ്തു. ഇതിന് തൊട്ടു മുമ്പുള്ള നിമിഷങ്ങൾ, ഇതിന് തൊട്ടു മുമ്പുള്ള മണിക്കൂറുകൾ പ്രിയങ്ക ഗാന്ധി കാണുന്നു, രാഹുൽ ഗാന്ധി കാണുന്നു, രണ്ടുപേരും കൂടെ കാണുന്നു, മൂന്നാമത് അമ്മയും ഒത്ത് കൂടെ വരുന്നു. ഇവരെ വിളിച്ചിട്ട് അനുനയിപ്പിക്കുകയാണ്. എന്ത് അനുനയിപ്പിക്കാനാ സാറേ? ഈ 14 ദിവസങ്ങൾക്ക് മുമ്പ് ഈ ജനവികാരത്തെ ഒന്ന് മാനിച്ചാൽ മതിയായിരുന്നല്ലോ. അതിന് ഒരു കുടുംബത്തിനെ മുഴുവൻ ഇട്ട് അങ്കലാപ്പിലാക്കി ഉന്നതാധികാര സമിതി, ഈ പറയുന്ന AICC ആരുണ്ടായിരുന്നു? തീരുമാനമെടുക്കാൻ ഈ പറയുന്ന രാഹുൽ ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് പിന്തുണയുമായിട്ട് സഹോദരി പ്രിയങ്ക ഗാന്ധി, അമ്മ സോണിയാഗാന്ധിയിലേക്കൊക്കെ ഈ പറയുന്ന കോൺഗ്രസ് ഉതിർന്ന കാഴ്ചയാണ് കേരളം കാണുന്നത്. അതിനകത്ത് ഒരു കാര്യം ജേഷ് പറയുന്നതിനകത്ത് അർത്ഥവത്തായ ഒരു കാര്യമുണ്ട്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെന്നാൽ KC വേണുഗോപാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് രാഹുൽജിയുടെ കൂടെ തന്നെയായിരുന്നു. ഇന്നും ഏറ്റവും ആരാധനായ, ഏറ്റവും ശക്തനായ നേതാവാണ് KC. അപ്പോൾ രാഹുൽജിക്ക് ഈ ഒരു തീരുമാനം എടുക്കേണ്ടി വന്ന ആ ഒരു നിമിഷത്തെ പറ്റിയാണ് എന്തോ ഒരു സംഘർഷമാണ്. അതാ എനിക്ക് അതിനകത്ത് ഏറ്റവും കൂടുതൽ എപ്പോഴും നമ്മള് നീതി, നിയമം, പ്രജാക്ഷേമ തൽപരത, ഇതൊക്കെ കോർത്തിണക്കുമ്പോഴാണ് പ്രജാക്ഷേമ തൽപരതയുള്ള ഒരു രാജാവ് വരണമെന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിട്ട് കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്ന ഒരു രാജ്യമാണ് ഇന്ന് BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇനി കോൺഗ്രസിന്റെ ഒരു സീറ്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഒരു ലീഡർ ഉണ്ടാകുകയാണെങ്കിൽ ഈ പറയുന്ന ചിലരൊക്കെ വട്ടപ്പേരിട്ട് വിളിക്കുന്ന ഈ രാഹുൽ ഗാന്ധി, അഭിമാനത്തോടു കൂടി പറയാൻ പറ്റുന്ന രാജീവ് ഗാന്ധിയുടെ മകൻ, പ്രിയ മകൻ രാഹുൽ ഗാന്ധി, ഇന്ത്യ ഭരിക്കത്തക്ക രീതിയിലുള്ള ഒരു കപ്പാസിറ്റി അദ്ദേഹത്തിന് ഉണ്ട് എന്ന് കാണിക്കുന്ന തരത്തിലേക്ക് അത് എന്താണെന്നറിയോ? ഈ ജനങ്ങളുടെ വികാരം മാനിച്ചു. അതെ, തീർച്ചയായിട്ടും. കോൺഗ്രസിലെ അണികളുടെ വികാരമല്ല, പൊതുജനത്തിന്റെ വികാരം. കേരളത്തിലെ 3.5 കോടി പൊതുജനങ്ങളുടെ വികാരം മാനിച്ചുകൊണ്ടുള്ള ഒരു നിലപാടാണ് AICC എന്ന് പറയാൻ പറ്റുന്നില്ല, സോണിയാഗാന്ധിയുടെ കുടുംബം എടുത്ത്. അതെ, ഇത് വലിയ തീരുമാനമാണ്. 11 ദിവസം എടുത്തെങ്കിലും, കാരണം ഒരിക്കലും തീരുമാനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് KC എന്ന് പറയുന്ന അവരുടെ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ സുഹൃത്ത്, സന്തത സഹചാരി എന്ന ജയേഷ് ഒന്ന് ആലോചിച്ച് ചോദിച്ചു. പക്ഷെ നമ്മൾ രണ്ടും യാത്ര ചെയ്യുമ്പോൾ വേറൊരാളോട് വന്നു ജയേഷിന് എടുക്കാൻ പറ്റുന്ന ഒരു തീരുമാനത്തിൽ ഞാൻ അർഹനല്ലെങ്കിൽ ജയേഷ് എങ്ങനെ പറയും? ആ മാനസിക സംഘർഷത്തിൽ നീതിയുക്തമായ നിലപാടെടുത്തതിനാണ് നമ്മൾ ബിഗ് സല്യൂട്ട് രാഹുൽ ഗാന്ധിക്ക് കൊടുത്തത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്, ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്, ഇനി ഒന്നിലും ഞാനില്ലെന്ന്. അങ്ങനെ പറയരുത്, അങ്ങനെ ഒരിക്കലും. എന്തൊരു അക്ഷന്തവ്യമായ തെറ്റാണത് രമേശ് ജി, അങ്ങനെ പറയരുത്. നമ്മൾ ഒരു സാധനം മോഹിച്ച് മാത്രം അങ്ങ് ചെയ്യരുത്. അങ്ങിൽ വിശ്വാസം അർപ്പിച്ച കേരള ജനങ്ങളുണ്ട്. ഞാൻ പറയുന്നത്, ഇന്നലെ ജയേഷ് പറഞ്ഞ പോലെ ആഭ്യന്തരമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ AICCയിലേക്ക് അങ്ങക്ക് തരുന്ന ഒരു പൊസിഷൻ എന്തായാലും ഒരു വെച്ചിട്ടുണ്ടാവുമല്ലോ, അതെടുക്കണം. ഒരിക്കലും മാറി നിൽക്കലേ. അതിന് അടുത്ത 5 വർഷം കഴിഞ്ഞ് ഈ പറയുന്നത് പോലെ അക്കമിട്ട് ഭരിക്കപ്പെട്ടാൽ കേരള ജനത വീണ്ടും ഒരു തുടർ ഭരണം LDF കൊടുത്തതുപോലെ നൽകിയാൽ ഞങ്ങളോട് പറയും, പൊതുജനം നിങ്ങൾ അവിടെ നിന്നിട്ട് കഴിഞ്ഞ പ്രാവശ്യം VD സതീശൻ ചെയ്തതുപോലെ ചെയ്യണം. വീട്ടിൽ കുത്തിയിരുന്നിട്ട് എനിക്ക് ഇന്ന സീറ്റ് വേണം, ഇല്ലെങ്കിൽ ഞാൻ ഒന്നിനും ഇല്ലാതെ പറയാൻ പറ്റത്തില്ല. ഈ 5 വർഷം അദ്ദേഹത്തിന്റെ നിഴലായിട്ടല്ല, അദ്ദേഹത്തിന്റെ മുൻപിൽ ലീഡറായിട്ട് നിന്നുകൊണ്ട് ഭരിക്കാൻ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും നടക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് അതിന് സാധിച്ചാൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അക്കമിട്ട് ജനഹൃദയങ്ങളിൽ എത്തിയാൽ, വീണ്ടും ഒരു തുടർഭരണം വന്നാൽ ഹൈക്കമാൻഡ് നിഷ്പ്രയാസം ഈ രണ്ടുപേരെയും പ്ലേസ് ചെയ്യാം. അതെ. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയാണോ എന്ന് ജനങ്ങൾക്ക് ഇത് എന്താ പറയുക, സംശയം തോന്നിയാലും പറയുന്നതിൽ തെറ്റില്ല. കേരളത്തിലെ ജനങ്ങളുടെ തീരുമാനം, അതുപോലെ തന്നെ ഘടകകക്ഷികളുടെ തീരുമാനം, മുസ്ലിം ലീഗിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ജേഷ്, ഞാൻ അതിൽ എന്താ പറയുന്നത് പറഞ്ഞാൽ, VD സതീശനായിരുന്നു ഏറ്റവും അർഹനായ കാൻഡിഡേറ്റ്. VD സതീശൻ നയിച്ചു. പക്ഷെ അദ്ദേഹം ഒരിക്കലും പറഞ്ഞില്ല, അദ്ദേഹം ടീം UDF എന്ന് പറഞ്ഞ് തോറ്റ് തുന്നം 2001 തോറ്റ് തുന്നം പാടിയിരുന്ന ഒരു UDFനെ അദ്ദേഹം 3 വലിയ ഇലക്ഷനുകളാണ് മുന്നിലേക്ക് എത്തിച്ചത്. പഞ്ചായത്ത്, ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമ്പിങ് മെജോറിറ്റി, പിന്നെ ഒരിക്കലും കേരളത്തിൽ സംഭവിക്കാത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നിൽ നയിച്ചു, ഏറ്റവും വലിയ. അതുപോലെ തന്നെ അതില് നയിച്ചത് മാത്രമല്ല, അദ്ദേഹം പ്രഖ്യാപിച്ചു. അതാ ഞാൻ പറയാൻ വരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടാണ് ചെയ്തത്. 100 സീറ്റ് ഇല്ലെങ്കിൽ ഞാൻ വനവാസത്തിന് പോകുന്ന ഉറച്ച വിശ്വാസം. അതുപോലെ തന്നെ പറഞ്ഞെടുത്ത് നിന്നു. ഒരു ജാതിമത ശക്തികളെയും അദ്ദേഹം അടുപ്പിച്ചില്ല.
അദ്ദേഹമാണ് കേരളം ഭരിക്കേണ്ടത്. തദ്ദേശ സ്വയംഭരണ അല്ല പിന്നെ ഈ പറഞ്ഞ നിയമസഭാ ഇലക്ഷന് മുമ്പ് വ്യക്തമായ നിലപാടെടുത്തു. ഒരാളുടെയും സാമുദായിക പിന്നെ വോട്ട് ഇല്ലെങ്കിൽ പോലും നിലപാടുകളിലൂടെ നിന്നിട്ടാണ് നേരിട്ടത്. ആ നിലപാടിനനുസരിച്ച് കേരള ജനത അതിന്റെ സമ്മതിദാനാവകാശം മുദ്രകുത്തി ആ സമയത്തും ഹൈക്കമാൻഡ് തീരുമാനിക്കായിരുന്നു. ഇത്രയും വലിയ ഒരു ഇടപെടൽ ഈ പ്രവർത്തനങ്ങൾ കണ്ണിൽ ഈ പറഞ്ഞ പോലെ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള കാര്യമാണ്. അപ്പൊ മുതിർന്ന നേതാക്കളോട് എന്ത് പറയും? കാലങ്ങളായിട്ട് കോൺഗ്രസിനകത്തുള്ളതാണ് ഈ മുതിർന്ന നേതാക്കൾ. മുതിർന്ന നേതാക്കൾ എന്ന് മാറ്റിയിട്ട് അതിനകത്ത് ശേഷിയുള്ള നേതാക്കൾ ആരാണ്? തീർച്ചയായിട്ടും കാര്യഗ്രാഹമുള്ള ആരാണ്? ആർക്കാണ് ടാലന്റ് ഉള്ളത്? നിങ്ങൾ അതിന്റെ വ്യത്യാസം നിങ്ങൾ ശരിക്കും ഒന്ന് മനസ്സിലാക്കി നോക്കൂ. ഈ രാഷ്ട്രീയത്തിലും ഒരു പ്രായം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. 2004 ഉമ്മൻചാണ്ടി 2004 ഉമ്മൻചാണ്ടി ആന്റണി ഒഴിയുമ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാകുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് 61 വയസ്സാണ്. ഇന്ന് VD സതീശന് ഈ 30-ാം തീയതി 62 വയസ്സ്. ജെൻസ് ഇപ്പോൾ നിങ്ങൾ പഴയ രാഷ്ട്രീയമല്ല, പഴയ ആളുകളല്ല, പുതിയ തലമുറയിലെ കുട്ടികൾ സതീശനൊപ്പമാണ്. സതീശന്റെ വ്യക്തമായ നിലപാടുകൾ ഒരു രാഷ്ട്രത്തെ അല്ലെങ്കിൽ ഒരു രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ഞാനിത് തുടക്കം മുതൽ പറയുന്നതാണ്. അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന ഓരോ ആശയങ്ങൾ എങ്ങനെ കേരളത്തെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത്. എന്തായാലും ACCക്ക് വലിയൊരു ബിഗ് സല്യൂട്ട്. നിങ്ങളെടുത്ത തീരുമാനം മാറിയിട്ടില്ല, കുറച്ച് താമസിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കാരണം ജയേഷ് പറഞ്ഞാണ്. KC വേണുഗോപാൽ എന്ന് പറയുന്ന ACC സെക്രട്ടറി, അതായത് രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് കൂടിയിരിക്കുമ്പോൾ അദ്ദേഹം എങ്ങനെ പെട്ടെന്നൊരു തീരുമാനമെടുക്കും? ശരിയായ തീരുമാനമാണ്. രാജീവ് ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് അടുത്തത് രമേശ് ചെന്നിത്തല. ഈ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലിനെ മാറ്റി നിർത്തിയിട്ട് പുതിയ ഒരാളെ അല്ലെങ്കിൽ പുതിയൊരാളെന്ന് പറയുമ്പോഴത്തേക്ക് അടുത്ത ഒരാള് എന്ന് പറയുന്നത് ഇദ്ദേഹം തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പൊ അദ്ദേഹത്തിനെ സെലക്ട് ചെയ്യുകയും അത് പ്രഖ്യാപിക്കാനുള്ള തന്റെ കാണിക്കുകയും ചെയ്തപ്പോൾ ഒരു വലിയ ബിഗ് സല്യൂട്ട് അവർ അർഹിക്കുന്നുണ്ട്. ഒപ്പം ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ കാല് പിടിക്കുകയോ നിങ്ങളെ അനുനയിപ്പിക്കാൻ വേണ്ടി വലിയ വലിയ പിന്നെ വാഗ്ദാനങ്ങളൊക്കെ ഒരു പക്ഷേ നൽകിയിരിക്കാം. ആ വാഗ്ദാനങ്ങൾക്ക് അപ്പുറം ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുജനങ്ങൾ, ഞങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാസി മലയാളികൾ അടക്കമുള്ള ലോക മലയാളികൾ സാക്ഷര കേരളത്തിൽ ഇന്ന് വരെ ചെയ്യാത്ത ഒരു കാര്യം ചെയ്തിരിക്കുന്നു. വ്യക്തിപരമായ ജനവികാരം മാനിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ജനങ്ങൾ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. നമ്മുടെ ഇലക്ഷനെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിയില്ലായിരുന്നു മുൻകൂറായിട്ട്. ഇപ്പോഴങ്ങനല്ല. പൊതുജനം തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് സമ്മതിദാനാവകാശം നേരിടുന്നത്. അതിനകത്ത് കക്ഷി രാഷ്ട്രീയം ഒരു ഘടകമല്ല, സമുദായം ഒരു ഘടകമല്ല. അവിടെ ജനങ്ങൾക്ക് മുമ്പിൽ പടം നയിച്ചവൻ തന്നെയാണ് പടനായകനായിട്ട് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാനിക്കപ്പെടേണ്ടത് 3.5 കോടി ജനങ്ങളുടെ ശബ്ദത്തെയാണ്. ACC അംഗങ്ങളെയോ കോൺഗ്രസിന്റെയോ LDFന്റെയോ ഘടകകക്ഷികളുടെയോ അംഗങ്ങളെ മാത്രമല്ല സർ. അതെ, തീർച്ചയായിട്ടും. ഇത് ഒരു മാറ്റത്തിന്റെ ശബ്ദമാണ്. തീർച്ചയായിട്ടും. ഞാൻ ജേഷന്റെ ഓർമ്മകള് എങ്ങനെയാണ് സാധാരണ ജനങ്ങൾ, അതായത് വിരലിൽ മഷി വരുന്ന സാധാരണ ജനങ്ങളുടെ ശബ്ദം ആവുന്നത് ജേഷന് ഓർമ്മയുണ്ടാവും. 2 തവണയാണ്, അതായത് 2011-ലും 2016-ലും അച്യുതാനന്ദനെ മാറ്റി നിർത്തിയ LDFന് CPMന് കേരള ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ടാണ് അച്യുതാനന്ദനെ മത്സരിക്കാൻ. അതേപോലെ തന്നെ ആണ്. മാത്രം നിങ്ങൾ കോൺഗ്രസ്സുകാർ നിങ്ങൾ കോൺഗ്രസ് അടക്കം എല്ലാവരും സപ്പോർട്ട് ചെയ്തു, തെരുവിൽ യുദ്ധം നടത്തി. അങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഇപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമ ചർച്ചകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ചില KC പക്ഷക്കാര് ഞാൻ KCയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് അസംബന്ധം വിളിച്ചു പറയുന്നത് കേട്ടു. വളരെ വൃത്തികേടാണ് നിങ്ങൾ ചെയ്യുന്നത്. അസംബന്ധം. ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനപ്രതിനിധി അല്ലെങ്കിൽ ഒരു സോഷ്യൽ വർക്കർ, അവന്റെ വീടിന് വേണ്ടിയല്ല ഈ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ. അപ്പൊ അവനെ വെറുതെ വിടുക, അവനെ വ്യക്തിഹത്യ ചെയ്യരുത്. ഒരുപക്ഷെ അവന്റെ മോറൽ ലൈഫ് വളരെ മോശമായിരിക്കാം, പക്ഷെ സമൂഹത്തിൽ അവൻ ചെലുത്തിയ ഇടപെടലുകൾ നമുക്ക് മുമ്പേ നടന്നു പോയിട്ടുള്ള ലീഡർമാരുടെ ഒക്കെ മോറൽ ലൈഫ് എടുത്താൽ ചിലപ്പോൾ മൗണ്ട് ബാറ്റൻ പ്രഹൂര് വരെ എന്നൊക്കെ പറയാൻ കാണും. തീർച്ചയായിട്ടും. എനിവേ, അതെല്ലാം പോട്ടെ. ഇനി നമ്മൾ ഇപ്പോൾ പുതിയ ഒരു നവയുഗം കേരളത്തിന് സംഭാവന ചെയ്തിരിക്കുകയാണ് കേരള ജനത, ഒപ്പം ഹൈക്കമാൻഡ്, അതുപോലെ തന്നെ UDF. എന്തൊക്കെയായിരിക്കും ഈ പറയുന്ന നമ്മളുടെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മുന്നോട്ട് കൊണ്ടുവരുന്ന ആശയം പറയാൻ പറ്റും? തീർച്ചയായിട്ടും. അതൊരു നല്ല ഒരു ചോദ്യമാണ് ജയേഷ്. അതിലേക്കൊന്ന് നമുക്ക് കടന്നു പോകാം. അതായത് VD സതീശനെ കാത്തിരിക്കുന്നത് ചെറിയൊരു ടാസ്ക് അല്ല. അതായത് നശിച്ച് നാരായണക്കല്ലായ സാമ്പത്തിക വ്യവസ്ഥ, അല്ലാതുള്ള വ്യവസ്ഥ, ഒഴിഞ്ഞു കിടക്കുന്ന ഖജനാവ്, അതിലൊക്കെ ഉപരി ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ വെച്ച് നിങ്ങൾ നോക്കൂ ജയേഷ്, KC വേണുഗോപാലിനെ
അനുകൂലിച്ച എത്ര MLA-മാരാണ് കോൺഗ്രസിൻ്റെ. നമ്മുടെ ഒരുപക്ഷെ പറഞ്ഞാൽ പത്തനാപുരത്തിൻ്റെ ജ്യോതികുമാർ ചാമക്കാല ഇന്നലെ മുതൽക്ക് നമ്മുടെ രമേശ് ജിയുടെ വീട്ടിലാണ്. ഇന്ന് ആ ന്യൂസ് വന്നപ്പോൾ അദ്ദേഹം അസംതൃപ്തനായി. അദ്ദേഹത്തിൻ്റെ മുഖഭാവം മാറുന്നു, ബോഡി ലാംഗ്വേജ് മാറുന്നു. അതുപോലെ പേരെടുത്ത് പറയാം, മാത്യു കുഴൽനാടൻ. പിന്നെ ഏറ്റവും സങ്കടപ്പെടുത്തുന്നത് സന്ദീപ് വാര്യരുടെ നിലപാടായിരുന്നു. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കാഴ്ചപ്പാടില്ലാതെ പോകുന്നത്? സതീശൻ എന്തുകൊണ്ടാണ് മറ്റുള്ളവരിൽ നിന്നും VD സതീശൻ വ്യത്യസ്തനാകുന്നത്? അദ്ദേഹത്തിന്റെ ഫോർസൈറ്റ്, കാഴ്ചപ്പാടുകൾ, അദ്ദേഹം പ്രവചിച്ച, അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അദ്ദേഹം പഠിച്ച് വിശകലനം ചെയ്തിട്ടാണ് പറഞ്ഞത്. 100 സീറ്റിന് മുകളിൽ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, 12 മന്ത്രിമാർ തോക്കും, പക്ഷെ 13 പേരാ തോറ്റത്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് പഠിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്താ കാര്യം അറിയോ? MSWന്റെ ഒരു ഗുണമാണ്. അദ്ദേഹത്തിന്റെ പൊതു സേവനം അക്കാഡമിക്കലായിട്ട് പഠിക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയാം. വെറും രാഷ്ട്രീയ പ്രവർത്തനമല്ല അദ്ദേഹം നടത്തുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിന് മുതൽക്കൂട്ടാണ് VD സതീശൻ. നിങ്ങൾ ഈ തർക്കങ്ങളും വഴക്കുകളും മാറ്റിവെക്കൂ കോൺഗ്രസ്സുകാരെ. തീർച്ചയായിട്ടും. എന്തായാലും അഭിനവ കേരള നായകന് ബിഗ് സല്യൂട്ട്. വെൽക്കം ടു അവർ ഗോഡ്സ് ഓൺ കൺട്രി. നമുക്ക് എന്തായാലും VD സതീശൻ, അങ്ങ് നേരത്തെ റഞ്ജി പറഞ്ഞു, ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് കേരളത്തിനെ വീണ്ടും ഒന്ന് നിലനിർത്തുക എന്നുള്ളത്. കാരണം ഒഴിഞ്ഞ ഖജനാവ്, മുൻപോട്ട് വെച്ചിട്ടുള്ള വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ നിറവേറ്റണമെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ പണം വേണ്ടിവരും. അപ്പോൾ ഇപ്പോൾ തന്നെ ശരാശരി പ്രതിശീർഷ കടം 4 ലക്ഷത്തിലധികമായി നിൽക്കുന്ന കേരളീയന്റെ ഏതെങ്കിലും സെസ്സോ പെട്രോളിന്റെ GSTയോ അല്ലെങ്കിൽ മറ്റുള്ള നികുതികൾ കൂട്ടിയാലേ ഇനി വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നതിനും ഈ പറയുന്ന പുതിയ മന്ത്രിസഭ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രവർത്തന ചിലവുകൾക്കും കണ്ടെത്താൻ കഴിയുള്ളൂ. അവിടേക്കാണ് നിയുക്ത മുഖ്യമന്ത്രി കടന്നു വരുന്നത്. അപ്പോൾ ഞാൻ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്. ഇവിടെ സന്തോഷ് ജോർജ് കുളങ്ങരയെ ഞാനൊന്ന് കടമെടുക്കണം അദ്ദേഹത്തിന്റെ വാക്കുകൾ. കേരളത്തിൽ പെയ്യുന്ന റെയിൻ ഹാർവസ്റ്റ് നടത്തിയാൽ പോലും പ്രതിശീർഷ കടം തീർക്കുവാൻ 1 വർഷം മതി എന്ന് പറയുമ്പോൾ അങ്ങയുടെ മുമ്പിൽ വാതായനങ്ങൾ നിറയെയുണ്ട്. ഗോഡ്സ് ഓൺ കൺട്രി ദൈവത്തിന്റെ സ്വന്തം നാട് പോലെ വിഭവശേഷിയുള്ള ഒരു രാജ്യമാണ്, ഒരു സംസ്ഥാനമാണ്, ഒരു ദേശമാണ്. ലോകത്തെ മുഴുവൻ ക്ലൈമറ്റുകളും ഇവിടെ സുലഭമായി കിട്ടുന്ന പ്രദേശങ്ങൾ ഈ സംസ്ഥാനത്തുണ്ട്. 14 ജില്ലകളിലായി വ്യത്യസ്തമായിട്ടുള്ള ഭാഷകൾ സംസാരിക്കുന്നവരും. എന്തായാലും ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തിന്റെ ഒരു മിനിയേച്ചറാണ് കേരളം. ആ കേരളത്തിനെ അക്കമിട്ട് നിങ്ങൾ പരിപാലിച്ചാൽ, അത് ടൂറിസം ആകട്ടെ, കായൽ തീരവും കടൽ തീരവും നമ്മൾ ആ വിഭവങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ, ഇനി അതെല്ലാം പോട്ടെ, ലോകത്തിന്റെ IT തലവന്മാരെ പ്രസന്റ് ചെയ്തിരിക്കുന്ന കേരളം എന്ന നാടാണ്. ഇവിടെ IT എന്ന് പറയുന്ന സംവിധാനങ്ങൾ, AI മുതലുള്ള സംവിധാനങ്ങളിലേക്ക് കേരളം എടുത്തു ചാടി മുന്നോട്ട് പോകട്ടെ. അവിടെയും കേരളത്തിന് 1 വർഷം കൊണ്ട് നേടാവുന്ന അറ്റാദായം, ഈ പറയുന്ന പ്രതിശീർഷ കടം തീർക്കുന്നതിനും നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സാമൂഹ്യക്ഷേമ പെൻഷൻ 1000 രൂപയിൽ നിന്നും 2000 ആക്കിയ ഇടത് ഗവൺമെന്റ് 2000 ആക്കിയത് ഏറ്റവും അവസാനമാണ്. അത് ഇത് ടാഗറ്റ് നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ്. ഏറ്റവും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് ശേഷമാണ് ഇടതുപക്ഷ ഗവൺമെന്റിന് തങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന 1000 രൂപ ശരാശരി പൗരന് ജീവിക്കാനുള്ള വക ഇല്ല എന്ന് തിരിച്ചറിഞ്ഞത്. അവിടെ 2000 രൂപയായിട്ട് അത് മാറ്റി. അതിനുശേഷം കോൺഗ്രസിലെ മുഖ്യന്മാർ അല്ലെങ്കിൽ VD സതീശൻ അടക്കം പ്രഖ്യാപിച്ചു 3000 രൂപ നൽകും. അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പിന്നോട്ട് പോകരുത്. കോൺഗ്രസ് ഒരുപക്ഷെ കാലങ്ങളായിട്ട് കാണിച്ചിരിക്കുന്ന വീഴ്ച, സാമൂഹ്യക്ഷേമ പെൻഷനുകൾ 500 രൂപ ഉള്ളപ്പോൾ പോലും ശരാശരി സാമൂഹ്യ പെൻഷൻ കറക്റ്റായിട്ട് കൊടുക്കാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. VD സതീശൻ അങ്ങയുടെ മുമ്പിലേക്ക് വെക്കുന്നത് നിലപാടുകൾ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങൾക്കുള്ള സജഷൻസ് ആണ്. ഈ പറയുന്ന ക്ഷേമ പെൻഷൻ 3000 രൂപ അർഹമായിട്ടുള്ള കരങ്ങളിലാണ് കിട്ടുന്നതെന്ന് അക്കൗണ്ടബിലിറ്റി ഉണ്ടാക്കുക, അത് നിലനിർത്തുക, നടപ്പിലാക്കുക. മറ്റൊന്ന്, സ്ത്രീകൾക്കുള്ള ഈ പറയുന്ന സൗജന്യ ബസ് യാത്ര. KSRTCയിൽ ജെൻഡർ ടിക്കറ്റ് ഇറക്കിയിട്ടാണ് ബഹുമാനപ്പെട്ട ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെച്ച് പുറത്തോട്ട് പോകുന്നത്. എന്തായാലും ജെൻഡർ ടിക്കറ്റ് ഒക്കെ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. അതിൽ മൂന്നാം ജെൻഡർ ഉണ്ടോ എന്നുള്ള സംശയമാണ്. 2 ജെൻഡറെ കാണുകയുള്ളൂ, അതും തെറ്റാണ്. 3-ാം ജെൻഡറുകാരെ നിങ്ങൾ ക്ഷണിക്കണം. അതുപോലെ ഈ പറഞ്ഞതുപോലെ അവർക്കും കൂടി സൗജന്യ യാത്ര നൽകണമെന്ന് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു. കാരണം ഇതൊക്കെ ഒരു വെള്ളാനുകളാണ്, കോർപ്പറേഷനുകൾ വെള്ളാനുകളാണ്. ഇവിടെ പ്രൈവറ്റ് സെക്ടറിൽ ഒരു ചാൽ ഓടുന്ന ഒരു റൂട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒരു ബസ്സിൽ നിന്ന് 10 ബസ് മേടിക്കാമെങ്കിൽ KSRTC എന്ന് പറയുന്ന വെള്ളാനയിൽ നിന്നും അങ്ങേക്ക് അർഹതയുള്ള ഒരാളെ അതിന്റെ തലപ്പത്തെത്തിച്ചാൽ, അല്ലേ, തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രാപ്തനായിട്ടുള്ള ഒരാളെ KSRTCയുടെ മന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ 1 വർഷം കൊണ്ട് തന്നെ അതിൽ ഈ പറയുന്ന എല്ലാ സൗജന്യ യാത്രകളും അലോട്ട് ചെയ്തതിനു ശേഷവും അങ്ങേക്ക് ലാഭം കൊണ്ടുവരാൻ പറ്റും. മറ്റൊന്ന്, VD സതീശൻ അടക്കം രമേശ് ചെന്നിത്തല അടക്കം KC അവിടെ എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. കേരളത്തിന്റെ ഏറ്റവും താഴെ തട്ടിലെ ഗവൺമെന്റിന്റെ ലെഗായിട്ടുള്ള അംഗൻവാടി വർക്കേഴ്സും
ആശാ വർക്കേഴ്സ്. അംഗനവാടി വർക്കേഴ്സിന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും 3800 രൂപ ഓണറേറിയം എന്നുള്ള നിലയിൽ നിന്നും ഇന്ന് 12,000, 20,000 രൂപ, മറ്റ് സംസ്ഥാനങ്ങൾ 20,000, കേരളത്തിൽ 13,000 രൂപയും ലഭിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ മലനാട് TV മാത്രമാണ് കേരളത്തിൽ. തീർച്ചയായിട്ടും അവിടെ ആശാ വർക്കേഴ്സിന് കഴിഞ്ഞ ഒരു വർഷം സെക്രട്ടറിയേറ്റിന് ചുറ്റും സ്ത്രീകളാണ് സമരം ഇരിക്കുന്നത്. അവർക്ക് ശാരീരികമായിട്ടുള്ള പല വിഷയങ്ങളുണ്ട്. അവിടെയൊക്കെ അവർക്ക് ഈ പറഞ്ഞതുപോലെ ശാരീരിക അസ്വസ്ഥതകൾ മറന്നുകൊണ്ട് അവർ ഈ പറഞ്ഞതുപോലെ സമരം ചെയ്തു. ഒരു വർഷക്കാലം സമരം ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ഒരു സ്ത്രീ ആയിട്ട് കൂടി വെറും 1000 രൂപയാണ് വർദ്ധിപ്പിച്ചത്. 6000 രൂപയിൽ നിന്നും 7000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചപ്പോൾ അവിടെ ബഹുമാനപ്പെട്ട മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ആക്ഷേപിച്ചത് കേന്ദ്ര ഗവൺമെന്റ് നയങ്ങളെയാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് 5000 രൂപയാണ്, 3000 രൂപയാണ്. ഞങ്ങൾ മാത്രം ആവശ്യപ്പെട്ടിട്ട് 5000 രൂപ തരുന്നുണ്ട്. അപ്പോൾ 2000 രൂപയാണ് സംസ്ഥാന ഗവൺമെന്റ് വിഹിതം. 1000 രൂപ അവിടെ നിന്നും ഒരു 1000 രൂപ വെച്ചിട്ട് 7000 രൂപയാക്കി വെച്ചിട്ടുണ്ട്. VD സതീശൻ ഞങ്ങൾ ഒരു വാർത്ത ചെയ്തപ്പോൾ, ഒരു ചർച്ച ചെയ്തപ്പോൾ 150-ലധികം വരുന്ന അംഗനവാടി വർക്കേഴ്സിനെയും ഹെൽപ്പേഴ്സിനെയും കൊണ്ട് പത്തനാപുരത്ത് ഞങ്ങളുടെ സ്റ്റുഡിയോയിൽ ഒരു ഡിബേറ്റ് നടത്തിയപ്പോൾ ആ ഡിബേറ്റ് കാണാനിടയായ ഗണേഷ് കുമാർ അന്നത്തെ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന ഡോക്ടർ NK മുനീറിന്റെ മുന്നിൽ, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മുമ്പിൽ ഈ വിഷയം അവതരിപ്പിച്ചപ്പോൾ അന്ന് തന്നെ, വെരി നെക്സ്റ്റ് ഡേ, അന്ന് തന്നെ അത് 3800 രൂപയിൽ നിന്നും 10,000 രൂപയായിട്ട് ഉയർത്തുവാനുള്ള മാനസിക ശേഷി ഏകാംഗമായി കാണിച്ചൊരു വ്യക്തിയാണ് ഡോക്ടർ NK മുനീർ. അദ്ദേഹത്തെ ഞാൻ ഈ സമയത്ത് അനുസ്മരിക്കുകയാണ്. ഒപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും അതിനെ അനുകൂലിച്ചു. പക്ഷേ ഗവൺമെന്റ് ഇലക്ഷനെ ബേസ് ചെയ്യുകയും ഗവൺമെന്റ് സംവിധാനാവകാശത്തിൽ താഴെ പോവുകയും അടുത്ത ഗവൺമെന്റ് വന്നു. അവിടെ ഞാൻ LDF ഗവൺമെന്റിനെ വളരെയേറെ ബഹുമാനിക്കുന്നു. കാരണം ആദ്യം ഇംപ്ലിമെന്റ് ചെയ്തത് UDF ഗവൺമെന്റ് എടുത്ത ഒരു ജിയോയാണ്. ആ ജിയോ ഇംപ്ലിമെന്റ് ചെയ്തത് LDF ഗവൺമെന്റ് ആണ്. അതിനുശേഷമാണ് അംഗനവാടി വർക്കേഴ്സ് സന്തോഷത്തിലായത്. അവർക്കൊന്ന് 10,000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനെ ഈ ഒരു കാര്യം പ്രധാനമന്ത്രിയുടെ സൈറ്റിലേക്കും അദ്ദേഹത്തിന് ഇമെയിലും ചെയ്തപ്പോൾ പ്രധാനമന്ത്രി 10,000 രൂപയായിട്ട് നൽകുന്നു എന്നാണ് അറിയുന്നത്. എല്ലാ സംസ്ഥാനങ്ങളും, എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും കേന്ദ്ര വിഹിതം അംഗനവാടി വർക്കേഴ്സിന്റെ കാര്യത്തിൽ 10,000 രൂപയായിട്ട് വരുന്നുണ്ട് എങ്കിൽ കേരളം ആ 10,000 രൂപ വാങ്ങി അതിനോട് 2,000 കൂടി ചേർത്താണ് 12,000, 13,000 ഒക്കെ കൊടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത്, എത്രയാണോ കേന്ദ്ര വിഹിതം തത്തുല്യമായ ഒരു പണം നിങ്ങൾ റൈസ് ചെയ്ത് അവർക്ക് നൽകണം. കേന്ദ്ര വിഹിതം അംഗനവാടി ടീച്ചേഴ്സിന് 10,000 രൂപയായിട്ട് നൽകുവാൻ മോദിജി അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു ജിയോ ഇറക്കിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് ഈ പറയുന്ന സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആവശ്യപ്പെടുക. ആശാ വർക്കേഴ്സിന്റെ കാര്യത്തിൽ 10,000 രൂപ കേന്ദ്ര വിഹിതം നൽകിയാൽ ഞങ്ങൾ 11 രൂപ നൽകാം. അവർ ആവശ്യപ്പെട്ട 21,000 രൂപ നൽകുന്ന ഗവൺമെന്റായിട്ട് VD സതീശന്റെ ഗവൺമെന്റ് കടന്നു വരണമെന്നാണ് എനിക്ക് പറയാൻ. തീർച്ചയായിട്ടും വളരെ ഗംഭീരമായ ഒരു നിർദ്ദേശമാണ് ജയേഷ് മുന്നോട്ട് വെച്ചത്. ജയേഷ്, പക്ഷേ ഇത് എന്താ പറയുക, ഇതൊന്നും പെട്ടെന്ന് സാധ്യമാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ കാരണം സാമ്പത്തികം അത്രത്തോളം താറുമാറായി കിടക്കുന്നു. മറ്റൊരു കാര്യം ജയേഷ്, നമ്മൾ ചിന്തിക്കേണ്ടത് VD സതീശൻ വെച്ച ചില നിർദ്ദേശങ്ങളിൽ നമ്മുടെ ലോട്ടറി മദ്യം അല്ലാതെ വരുമാനം വർദ്ധിപ്പിക്കുന്ന പല പദ്ധതികൾ അല്ലെങ്കിൽ പുതിയ വ്യവസായം. മറ്റൊരു കാര്യം തുറന്നു പറഞ്ഞോട്ടെ, ഇവിടെ വെച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ സാധിക്കുന്നില്ല. ലോട്ടറിയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറയുന്നത്. നമ്മൾക്ക് ഇപ്പോഴുള്ള ഈ പറയുന്ന ശരാശരി കടങ്ങൾ, പ്രതിശീർഷ കടത്തിന്റെ 10 ഇരട്ടിയാണ് ലോട്ടറി മാഫിയ തലവൻ സാന്റിയാഗോ മാർട്ടിൻ കേരളത്തിന് നൽകാനുള്ള നികുതി പണം. അതെ, എന്തുകൊണ്ട് അത് വാങ്ങുന്നില്ല? 10 വർഷമായിട്ട്. മിസ്റ്റർ VD സതീശൻ, താങ്കൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നമുക്ക് കിട്ടാക്കനിയായി നിൽക്കുന്ന കോടാനുകോടികൾ കിട്ടാനുണ്ട്. ലോട്ടറി മാഫിയയിൽ നിന്ന് കിട്ടാനുണ്ട്, ഇവിടുത്തെ ക്വാറി മാഫിയയിൽ നിന്ന് കിട്ടാനുണ്ട്, അദാനിയിൽ നിന്നും അംബാനിയിൽ നിന്നും നമുക്ക് കിട്ടാനുണ്ട്. നമുക്ക് കിട്ടാനുള്ളത്, നമ്മൾ സാധാരണക്കാരന് ഒരു റോഡിലൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറിൽ പോകുമ്പോൾ ഹെൽമെറ്റ് വെച്ചില്ല എന്ന് പറഞ്ഞ് അവന്റെ 2,000 രൂപ പിടിച്ചു വാങ്ങുന്ന സർക്കാർ എന്തുകൊണ്ടാണ് ലോട്ടറി മാഫിയ തലവന്മാരുടെ കയ്യിൽ നിന്ന്, ക്വാറി മാഫിയ തലവന്മാരുടെ കയ്യിൽ നിന്ന്, കേരളത്തിനെ ഗ്രസിച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്ത് തന്നെയുള്ള എന്താണ് നമ്മളുടെ ഈ ഡ്രഗ്സ് മാഫിയ, ഹോസ്പിറ്റൽ മാഫിയ, ഇവരിൽ നിന്നൊക്കെ ആ കിട്ടാനുള്ള കടങ്ങൾ അവരുടെ GST കറക്റ്റായിട്ട് ഇംപ്ലിമെന്റ് ചെയ്താൽ തീരാവുന്ന വിഷയമുണ്ട്. തീർച്ചയായിട്ടും. അങ്ങ് കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്ന് അങ്ങ് നിയമസഭയിൽ കൊണ്ടുവന്ന കുറെ കാര്യങ്ങളുണ്ട്. വളരെ അക്കമിട്ട് കണക്ക് വെച്ച് അങ്ങ് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ജയേഷ് പറഞ്ഞതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ അങ്ങ് നിയമസഭയിൽ അവതരിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് ഇവിടുത്തെ സ്വർണ്ണ കച്ചവടം, അതായത് ഗോൾഡ് ബിസിനസ്, ഗോൾഡ് ജുവലറി ബിസിനസ്സിൽ, അതായത് 12 വർഷം 15 വർഷം മുമ്പ് കൊടുത്ത ടാക്സ് മാത്രമാണ് ഇപ്പോഴും കിട്ടുന്നത്. ഒരു പവൻ സ്വർണത്തിന് 1,23,000 രൂപ. VD സതീശൻ വളരെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ച ഒരു ബില്ലാണത്. ഒരു
സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും പിരിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഓരോന്നായിട്ട് പറയുന്നില്ല, ഞങ്ങൾ തുടർന്ന് ദിവസത്തിൽ മലനാട് ടിവിയുടെ ഒരു സജഷൻസ് ഉണ്ട്, അത് വെക്കുന്നതാണ്. ജേഷ് പറഞ്ഞ പോലെ ഇതൊക്കെ സംഘടിപ്പിച്ചാൽ മാറാവുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടേ ഉള്ളൂ എന്ന് അങ്ങ് അവതരിപ്പിച്ച അതേ സബ്മിഷൻ അങ്ങ് എടുക്കണം, അത് അങ്ങ് നടത്തണം, നടപ്പിൽ വരുത്തണം. അപ്പോഴാണ് പടം നയിച്ചവൻ പടനായകനാകുന്നതും കേരളത്തിന്റെ രാജാവാകും. എനിക്ക് ഉറപ്പുണ്ട്, 100% എനിക്ക് ഉറപ്പുണ്ട്, VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഇന്ന് വരെ കേരളം കാണാത്ത രീതിയിൽ കേരളത്തെ മാറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം മുതൽ പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാട്, അദ്ദേഹം വരണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയാം, അങ്ങ് കാത്തിരിക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെയുള്ള പടപ്പുറപ്പാടുണ്ടോ? അങ്ങ് അത് ശ്രദ്ധിക്കണം. കാരണം ഇപ്പോൾ ക്യാമറയുടെ മുമ്പിൽ ചിരിച്ചു പറയുന്ന മറ്റുള്ള ആൾക്കാർ അങ്ങയെ ഭരിക്കാൻ സമ്മതിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്കൊരു എതിരഭിപ്രായമുണ്ട്, പറഞ്ഞോളൂ. കാരണം ഇന്ന് ഈ 12 മണി നേരത്ത് ഡൽഹിയില് ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രഖ്യാപിച്ച ആ ആൾ VDS അല്ല ഇരുന്നു എങ്കിൽ കേരളം കാണാൻ പോകുന്നത് ഇതൊന്നും ആയിരുന്നില്ല. കേരളത്തിൽ ഈ പറയുന്ന കോൺഗ്രസ് സംവിധാനമേ തകർന്നു പോയത്. മനസ്സിലായില്ലേ? VDS അല്ല, അത് ജനവികാരം എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരുത്തൻ ഇതിനകത്ത് കുതികാൽ വെട്ടുകയാണെങ്കിൽ, മികച്ച രീതിയിൽ പട നയിക്കുന്ന ഒരാളിനെ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അതിനുള്ള ശിക്ഷ പൊതുജനം കൊടുക്കും. അത് തന്നെ കേന്ദ്ര സംവിധാനങ്ങളല്ല, അല്ലെങ്കിൽ AICC ഉന്നതാധികാര സമിതി ഒന്നും അല്ല, പൊതുജനം തെരുവിൽ കൊടുക്കും. പിന്നെ ഒരുത്തരും മുന്നോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇത് സാധാരണ ജനങ്ങൾ നിന്നാണ് പ്രതികരിച്ചത്. പക്ഷെ ചാനലിൽ ഓരോരുത്തർ പക്ഷം പിടിക്കാൻ വരുന്ന കോൺഗ്രസ്സുകാരെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ റിയാലിറ്റി കാണുന്നില്ല, നിങ്ങൾ പക്ഷം പിടിക്കുകയാണ് ഓരോരുത്തരുടെ. അവരാരും എനിക്ക് തോന്നുന്നില്ല പിന്നെ PR വർക്ക് സതീശൻ നടത്തിയിട്ടുണ്ടോ. രഞ്ജി, ഈ പക്ഷം പിടിക്കുന്നതും ഈ പറയുന്ന മറ്റുള്ളവരോടുള്ള നയങ്ങൾ അല്ലെങ്കിൽ അവരോടുള്ള സമീപനം താല്പര്യം കാണിക്കുന്നതും അവന്റെ ചങ്കിൽ നിന്ന് വരുന്ന താല്പര്യമല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള ഇടപെടല. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല മക്കളെ. നിങ്ങൾ സധൈര്യം ഈ പറയുന്ന VDSന് സപ്പോർട്ട് ചെയ്യുക. മര്യാദയ്ക്ക് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന തരത്തിൽ, പൊതുജനം ആഗ്രഹിക്കുന്ന തരത്തിൽ ഒരു വലിയ ഇടപെടൽ നടത്തുക. ഒരു ഭരണം നടത്തുന്ന കാഴ്ച ലോക ജനത കാണണം. കേരളം പണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല, മാവേലി നാടായിരുന്നു, മലനാടായിരുന്നു, മാവേലി നാടിൽ മാവേലി വാണിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലേക്ക് കൊണ്ടുവരാൻ VDSന് പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും പറ്റും, ഉറപ്പായിട്ടും പറ്റും. പൊതുജനം മുഴുവനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾ കാണുന്നവര് 5 വർഷത്തിന് ശേഷം ഇലക്ഷനെ നേരിടുന്ന സമയത്ത് ഈ വീഡിയോ മലനാട് TV പ്രഖ്യാപിക്കുകയാണ്, പുറത്തു വിടും. അന്ന് ഒരു ഇതൊരു പ്രോഗ്രസ് കാർഡാണ്. VD സതീശൻ അടക്കമുള്ള MLA-മാരുടെ പ്രവർത്തനങ്ങൾ, മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശൻ അടക്കമുള്ള MLA-മാരുടെ പ്രവർത്തനങ്ങൾ തന്റെ മണ്ഡലങ്ങളിൽ മാത്രമല്ല, അത് ദേശത്തിനും നമ്മുടെ രാജ്യത്തിനും നൽകുന്ന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അക്കമിട്ട് പറയുവാൻ മലനാട് TVയുടെ ജനനായകർ എത്തുകയാണ്. ജനനായകർ എന്നുള്ള പ്രോഗ്രാം തുടങ്ങിയത് ഇലക്ഷന് മുമ്പാണ്. നമുക്ക് ആ പ്രമോ ഒന്നുകൂടെ കാണാം. ലൈവിൽ നിന്ന് ആ പ്രമോ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനനായകർ എന്ന ആ ഒരു പ്രമോയിൽ എല്ലാ MLA-മാരും നമ്മളെ വളരെ ഹർഷാരവത്തോടു കൂടിയാണ് സ്വീകരിക്കാൻ ശ്രമിച്ചത്. പക്ഷെ എന്തുകൊണ്ട് നടത്തിയില്ല എന്ന് ചോദിച്ചാൽ, രഞ്ജി, ആ കാലഘട്ടത്തിൽ നമ്മൾ നടത്തുന്നത് ഒരു ജിഹ്വയായിട്ട്, ഒരു പ്രഹസനമായിട്ട് മാറും. അത് ഒരു പക്ഷേ ചിലപ്പോൾ ആ നാട്ടിൽ അല്ലെ ഇലക്ഷൻ നിൽക്കുന്ന MLA-ക്ക് ഗുണമുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഇലക്ഷൻ കഴിഞ്ഞു, ഈ ജിഹ്വകളെല്ലാം അടങ്ങി മാധ്യമങ്ങൾ ഇനി അടുത്ത ഏതെങ്കിലും ഒരു വാർത്തയ്ക്ക് പിന്നാലെ പോകുമ്പോൾ മലനാട് TV പുറകെ പോകാൻ നിൽക്കുന്നത് 140 MLA-മാർ, 1200 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തലവന്മാർ, ഏകദേശം 38,000-ലധികം വാർഡ് മെമ്പർമാർ. നിങ്ങളെ പൊതുജനം ഇലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തദ്ദേശ അതുപോലെ തന്നെ നിയമസഭ, ലോക്സഭ മേഖലകളിലേക്ക് സമ്മതിദാനം രേഖപ്പെടുത്തുവാൻ ഞങ്ങളുടെ എല്ലാ ജോലികളും മാറ്റിവെച്ച് ഞങ്ങൾ മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്യും. നിങ്ങൾ നന്മ ചെയ്യുന്നവരായിട്ടും നിങ്ങളുടെ തിന്മകളായിട്ടും പുറത്തു കൊണ്ടുവരാൻ ഒരു മാധ്യമത്തിന്റെ ക്യാമറ കണ്ണുകൾ തുറക്കുകയാണ് ജനനായകർ. കണ്ടുനോക്കൂ. മലനാട് TVയുടെ കേരള നവോത്ഥാന മാധ്യമയാത്ര സീസൺ 2. നമ്മുടെ മലനാട് TV പെരുമ്പാവൂരിലേക്ക് വരികയാണ്. ജനനായകർ എന്നുള്ള പരിപാടിയിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തതിന് മലനാട് ടെലിവിഷൻ ചാനലിനുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. മലനാട് ടെലിവിഷന്റെ ഈ പ്രോഗ്രാം ഗുണകരമായിരിക്കും. മലനാട് TVയുടെ ജനനായകൻ എന്ന പരിപാടി എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ഈ പരിപാടി നടക്കുന്നതെന്നറിഞ്ഞൊരു സന്തോഷം. മലനാട് TVയുടെ ജനനായകർ എന്ന പരിപാടി വളരെ വിജയകരമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിലെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ
വിഷാംശം പരിശോധിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ നാടിന്റെ നായകർ ജനനായകർ ഒന്നിക്കുന്നു, അതും അത്യുഗ്രൻ ഉത്സവത്തിലൂടെ. നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ എന്ന സ്ഥലത്താണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ. ജനനായകർ എന്ന പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. 140 ജനപ്രിയ MLA-മാർ. നവീനങ്ങളായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മലനാട് TV നിൽക്കുന്നത്. അതുതന്നെ മലനാട് TVയെ വേറിട്ട ഒരു വാർത്താ ചാനലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ഒരു പുതിയ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ മലനാട് TV അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുണ്ടാവില്ലേ നമ്മുടെ നാടിന്റെ വികസനം ഇനി നമ്മളിലൂടെ. കാരണം നിങ്ങളാണ് ജനനായകർ. You are watching India's first NGO television, Malanad TV India. എന്തായാലും ജനനായകരുമായിട്ട് മലനാട് TV നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു സാധനം ഇത് നമ്മൾ പറഞ്ഞതിന് ശേഷം ഇന്ന് കാലത്ത് കുറേ ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ട്. വളരെ സന്തോഷമായിട്ട് അവർ പറയുന്ന ഒരു കാര്യം, ഒരു ചാനലിനും ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അവർ തന്നെ പറയുന്നത് ഇത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ മറ്റുള്ള കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുക എന്ന് പറയാ. അവർ പറയുന്ന ഒരു മാധ്യമത്തിന് അങ്ങനെ ചിന്തിക്കാൻ എങ്ങനെ കഴിയും? തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ ദിവസം നിയുക്ത മുഖ്യമന്ത്രി തിരഞ്ഞെടുത്ത ദിവസമാണ്. ഇന്ന് മുതൽ നമ്മൾ ജനനായകന്റെ ഫസ്റ്റ് എപ്പിസോഡായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിബേറ്റിനെ കാണാം. ഇനി വരുന്ന 5 വർഷക്കാലം മലനാട് TV നിരന്തരമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് ജനനായകർ എന്നുള്ള 1 മണിക്കൂർ പ്രോഗ്രാമായിട്ട് എത്തുകയാണ്. ആ പ്രോഗ്രാമിന്റെ സവിശേഷതയുണ്ട്. ഇതൊരു റിയാലിറ്റി ഷോയാണ്. ആ ഷോയിലെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട് ചെയ്ത് വിട്ട നമ്മളുടെ ജനപ്രതിനിധികളാണ്. ഒപ്പം നമ്മുടെ വകുപ്പ് മേധാവികളുണ്ട്, നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ഒപ്പം നമ്മുടെ ജുഡീഷ്യറി ഉണ്ട്. അത് കൂടാതെ മാധ്യമങ്ങളുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ നമ്മളുടെ രാജ്യത്തിന് എന്ത് നേട്ടങ്ങൾ നൽകുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ ഇതിനകത്ത് വരും. അതുകൊണ്ട് തന്നെ ഇന്നേക്ക് അടുത്ത 5 വർഷത്തിനുള്ളിൽ ഈ പറയുന്ന VD സതീശൻ നിയമസഭയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ അടുത്ത ഇലക്ഷനെ അഭിമുഖീകരിക്കുന്ന കാലത്ത് മലനാട് TV ഇതിന്റെ റിയാലിറ്റി ഷോയുടെ ഗ്രാൻഡ് ഫിനാലെ അനൗൺസ് ചെയ്യും. അന്ന് നമ്മളുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ ഇതിൽ ഏറ്റവും മികച്ച കേരളത്തിലെ ഒരു MLA തിരഞ്ഞെടുക്കും. 14 ജില്ലകളിൽ നിന്നും ഓരോ ജില്ലകളിലെ മികച്ച ആൾക്കാരെ നമ്മൾ തിരഞ്ഞെടുക്കും. അതിനോടൊപ്പം ഏറ്റവും മികച്ച വകുപ്പ് മേധാവികൾ, ഏറ്റവും മികച്ച ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ഏറ്റവും മികച്ച വാർഡ് മെമ്പർമാർ, അതിനോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ മികച്ച കുറച്ച് ആളുകളെയും മലനാട് TV തിരഞ്ഞെടുക്കും. അതിന് കോവൂർ കുഞ്ഞുമാൻ എന്ന് പറഞ്ഞ നമ്മളുടെ മുൻ MLA ഒരു വളരെ അല്ലേ അദ്ദേഹത്തിന്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് സാധ്യനായ മനുഷ്യനാണ്. 10-25 വർഷം ഭരണം നടത്തിയിരുന്ന ഒരു MLA-ക്ക് സ്വന്തമായിട്ടൊരു കാർ പോലും ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഏറ്റവും മികച്ച 14 പേർക്ക് 14 കാറുകൾ സമ്മാനിക്കുവാനാണ് മലനാട് TV ഒരുങ്ങുന്നത്. ടെക്കോറ മാർട്ട് എന്ന് പറയുന്ന സ്ഥാപനമാണ് മലനാട് TVയെ ഇപ്പോൾ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തിരിക്കുന്നതും ബ്രാൻഡ് ചെയ്തിരിക്കുന്നതും. എനിവേ, എന്തായാലും മലനാട് TV മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്കൊപ്പം സഹകരിക്കുവാൻ, നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയ നേതാക്കന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ, ഫ്ളാറ്റുകളായിട്ടോ കാറുകളായിട്ടോ സമ്മാനങ്ങൾ മറ്റെന്തുമാകട്ടെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കാം. ഇതൊരു വലിയ ജനാധിപത്യ ഉത്സവമാണ് ഞങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും സൃഷ്ടിക്കുവാൻ പ്രതീക്ഷിക്കുന്നതും ഉദ്ദേശിക്കുന്നതും. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ ബന്ധപ്പെടുക. എനിവേ, തീർച്ചയായിട്ടും നമുക്ക് അപ്പം ജനനായകർ നിങ്ങളിലേക്ക് വരികയാണ്. ഞങ്ങൾ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. റഞ്ജി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടിയും കൂടെ പറയാം. ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് ആണ് റഞ്ജി. ഒരു മലനാട് TVക്കോ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും കൂടെ ഒന്നിച്ചു നിന്നാലോ ഇത് നടപ്പിലാക്കാൻ സാധിക്കില്ല. കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ, അവരുടെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങൾ നല്ലൊരു നാടായിട്ട് കേരളം മാറണമെങ്കിൽ കക്ഷി രാഷ്ട്രീയവും അവരുടെ മതമാത്സര്യങ്ങളും വർണ്ണ എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ നാടിന് വേണ്ടി ഒരു പടപ്പൊരു പുറപ്പാടാണ് ജനനായകർ. അതിലെല്ലാവരുടെയും സഹായം ഞങ്ങൾ കാംക്ഷിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുകയാണ്. എനിവേ, റഞ്ജി, നമ്മൾ പലപ്പോഴും ജനനായകരുടെ കാര്യത്തിന് വേണ്ടി കേരളം മുഴുവൻ സഞ്ചരിച്ചവരാണ്. റഞ്ജി എറണാകുളത്ത് നിന്ന് വടക്കോട്ടും ഞാൻ എറണാകുളത്ത് നിന്ന് തെക്കോട്ടും നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളിലൂടെ യാത്ര ചെയ്തപ്പോൾ പല MLA-മാരെ കണ്ടപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, കഴിഞ്ഞ ഗവൺമെന്റ് LDF ആണ് ഭരിച്ചിരുന്നത്. തുടർ ഭരണം 5 വർഷക്കാലം LDF-ന് കിട്ടിയ സമയത്ത് പല UDF, ലീഗ് അല്ലെങ്കിൽ മറ്റ് ഘടകകക്ഷികളുടെ മന്ത്രിമാരെ MLA-മാരെ നമ്മൾ കാണുകയുണ്ടായി. അവിടെ ആക്ഷേപം ഉന്നയിക്കുന്ന രീതിയിലേക്കാണ്. ഇത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്കാണ്. അവിടെ ഈ MLA-മാർ അസ്വസ്ഥരാണ്. ഞങ്ങൾക്ക് തക്കതായിട്ടുള്ള ഗ്രാന്റുകൾ, ഞങ്ങൾക്ക് തക്കതായിട്ടുള്ള ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ
ഇടതുപക്ഷ MLA തൊട്ടടുത്ത് നിൽക്കുന്നു, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു സ്വീകാര്യത, അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു കരുതൽ ഞങ്ങൾക്ക് തരുന്നില്ല എന്ന് നമ്മുടെ എന്താണ് UDF പെരുമ്പാവൂർ MLA അടക്കമുള്ളവർ പറഞ്ഞ് നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ പല MLA-മാരുടെയും സംഭവങ്ങൾ കോർത്തിണക്കുമ്പോൾ മനസ്സിലായത്, ഭരണത്തിൽ ചുക്കാൻ പിടിക്കാനായിട്ട് VD സതീശനെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ, VD ഇന്ന് മുതൽ നിങ്ങൾ AICC-യുടെയോ UDF-ന്റെയോ ആളല്ല, 3.5 കോടി ജനതയുടെ രാജാവാണ്, ഞങ്ങളാണ് നിങ്ങളെ അവിടെ എത്തിച്ചത്. സോ ഇന്ന് മുതൽ നിങ്ങൾ തീരുമാനമെടുക്കേണ്ടത്, ഈ കേരളത്തിൽ ഇനി LDF ഇല്ല, UDF ഇല്ല, ലീഗ് ഇല്ല, വർഗവർണ്ണം ഇനി ഒരു ഇതുമില്ല, സഭയുടെ സപ്പോർട്ട് നമുക്ക് വേണ്ട, ഒരാളുടെയും എല്ലാവരെയും സമാനഗതിയിൽ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു മുഖ്യമന്ത്രിയാകുക. ഏത് MLA ആയിക്കോട്ടെ, നിങ്ങൾ തൊട്ടടുത്ത് നിൽക്കുന്നത് ഒരുപക്ഷെ P. പ്രസാദ് ആയിരിക്കും അല്ലേ? അദ്ദേഹം എന്ന് പറഞ്ഞാൽ മികച്ച ഒരു മന്ത്രി ആയതുകൊണ്ടും ജനപ്രിയനായതുകൊണ്ടും പ്രജാക്ഷേമ തൽപരനായതുകൊണ്ടാണ് ചേർത്തലിൽ നിന്ന് വീണ്ടും അദ്ദേഹത്തിന് തെരഞ്ഞെടുത്ത്, ആലപ്പുഴയിൽ നിന്നും, ശരിയല്ലേ? അപ്പൊ ചേർത്തലിൽ നിന്ന് അപ്പൊ എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും, ബാലഗോപാലുണ്ട്, അതുപോലെ മറ്റുമുള്ള ആളുകൾ ഒരുപാടുണ്ട്. ഇവരെ ആരെയും രണ്ടാം തരത്തിലേക്ക് കാണാതെ നിങ്ങളുടെ റിസൾട്ട്, നിങ്ങൾ ഇനി 5 വർഷം കൊണ്ട് നിങ്ങൾ ഉണ്ടാക്കേണ്ടത് കേരളത്തിലെ 14 ജില്ലകളിലെ 140 MLA-മാരും എല്ലാ പഞ്ചായത്തും എന്റെ സ്വന്തം മക്കളാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് VD സതീശൻ ഉയരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായിട്ടും അതിന്റെ ഒരു റിസൾട്ട്, അതിന്റെ ഒരു ചെറിയ ഘടകം, അതിന്റെ ഒരു പ്രതിച്ഛായ ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. തൊട്ടടുത്ത സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ എന്നെ വഴിയിൽ ആക്രമിക്കാൻ ശ്രമിച്ചവരും എന്നെ എതിരിടുന്നവരും എന്റെ എതിരാളികളല്ല ഇന്നു മുതൽ, നിങ്ങളെല്ലാവരും എന്റെ തനി മക്കൾ എന്ന് വിജയ് പറഞ്ഞപ്പോൾ അവിടെ ഒരു വലിയ ആരവമുണ്ടായി. അതേപോലെ VD സതീശനിൽ നിന്നും അങ്ങനെ ഒരു വാക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു പ്രവർത്തനവും പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും വളരെ വലിയ സജഷനാണ് ഞാൻ പറഞ്ഞ പോലെ. അതുപോലെ നിർദ്ദേശങ്ങൾ ഇനി എല്ലാ ദിവസവും മലനാട് TV ജനങ്ങളിൽ നിന്ന് സ്വരൂപിച്ച് നിങ്ങളിലേക്ക് എത്തിക്കും. എന്തായാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങനെ ഇനി ഞാൻ മറ്റുള്ള പേരുകളൊന്നും വിളിക്കില്ല, ബഹുമാനപ്പെട്ട CM ഒരു കാര്യം ആരാധനായ VDS-നോട് പറയട്ടെ. ഒരു സജഷൻ എൻ്റെ മനസ്സിൽ വർഷങ്ങളായുള്ള ഒരു കാര്യമുണ്ട് കേശ്. ഈ അസ്വസ്ഥരായ പാർട്ടി പ്രവർത്തകർ, അസ്വസ്ഥരായ സ്ഥാനം കിട്ടാത്ത കോൺഗ്രസിലെ പ്രവർത്തകർ, അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും, നിങ്ങൾ അവർക്ക് വേണ്ടി കോർപ്പറേഷനുകൾ ഉണ്ടാക്കുക. അനാവശ്യ ചെലവുകൾ, ധൂർത്തുകൾ ഒഴിവാക്കുക. നമ്മൾ ഈ കഴിഞ്ഞ 10 കൊല്ലം കണ്ടു ധൂർത്ത് എന്താണെന്നും. അനാവശ്യ മുഖ്യമന്ത്രിയുടെ മന്ത്രിക്ക് 30-ലധികം സ്റ്റാഫിന്, ഒരാൾക്ക് എന്തിനാണ് 30 സ്റ്റാഫ്? ഞാൻ പറയുന്നത് ജയേഷ്, നഷ്ടത്തിലായ കോർപ്പറേഷനുകൾ അല്ലെങ്കിൽ നിർത്തലാക്കുക. അതിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ആഗസ്റ്റ് 1 എന്ന് പറയുന്ന സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ സുകുമാരൻ മുഖ്യമന്ത്രി ഒരു കോർപ്പറേഷൻ ചെയർമാനെ വിളിച്ച് പറയുന്നത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. അവര് ഏതൊക്കെ രാജ്യം സന്ദർശിക്കുന്നു, പോകുന്നു, വരുന്നു, നമ്മൾ അറിയുന്നില്ല. അവര് വീട്ടിലിരുന്ന് അവർക്ക് ശമ്പളം വാങ്ങിച്ചാൽ ഇതിനെക്കാട്ടും ലാഭമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അത് നിർത്തുക. അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു നിർദ്ദേശം, അങ്ങൊരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞതുമാണ്, നമ്മുടെ ഇവിടുത്തെ PSC മെമ്പേഴ്സിൻ്റെ എണ്ണം 21 പേരാണ് ഇവിടെ. അവരുടെ ശമ്പളം 2.5 ലക്ഷം 3 ലക്ഷം രൂപയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്രത്തിൽ ഒരു PSC പോലൊരു ISC അങ്ങനെ എന്തോ ഒരു സാധനമുണ്ട്, അതിൻ്റെ പേര് ഫുൾ ഫോം ഞാൻ മറന്നുപോയി. ഇവിടുത്തെ PSC പോലെ തന്നെ കേന്ദ്രത്തിൽ ഒരാണ്, അവർക്ക് 7 മെമ്പേഴ്സ്. കേന്ദ്രത്തിൽ ഇത്രയും 28 സംസ്ഥാനം നിയന്ത്രിക്കുന്ന അവർക്ക് 7 പേരുള്ളൂ. ഇവിടെ ഒരു ചെറിയ സംസ്ഥാനത്ത് 21 പേർക്ക് അവർക്ക് കാർ അലവൻസ്, അവരുടെ ശമ്പളം 3 ലക്ഷം രൂപ. എന്തിനാണ്? അതും ക്വാളിഫൈഡ് ഉള്ള ആൾക്കാരല്ല, എങ്ങനെ തട്ടിത്തെറിച്ച് സ്ഥാനമാനങ്ങൾ കിട്ടാതെ പോയ രാഷ്ട്രീയ പ്രവർത്തകരാണ്. തീർച്ചയായിട്ടും അവരെയൊക്കെ ഒഴിവാക്കി. മറ്റൊരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ പറഞ്ഞതുപോലെ ഈ ഏക രീതിയിലുള്ള പെൻഷൻ ഏകീകരിക്കുക. 10,000 രൂപ മര്യാദയ്ക്ക് ജീവിക്കാൻ ഒരാൾക്ക് കൊടുക്കാനുള്ള ഒരു പെൻഷൻ 20 കൂട്ടിക്കും. അതെ, 20,000 ലക്ഷം രൂപ പുറത്തേക്ക് ഒരു പെൻഷൻ കൊടുക്കരുത് ദേവിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. അപ്പൊ 50,000 രൂപ പുറത്തുള്ള പെൻഷനുകൾ അവരവരുടെ ബാങ്ക് ബാലൻസ് ആയിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ പൈസ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. ആ പൈസകൾ എടുത്ത് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വിനിയോഗം. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, കോർപ്പറേഷനുകൾ ഈ പറയുന്നത് കാക്കത്തുള്ളായിരം കോർപ്പറേഷനുണ്ട്. മറ്റെല്ലാ സംവിധാനങ്ങൾക്കും അംഗങ്ങൾ ഈ പറഞ്ഞ പോലെ 7 പേരുള്ളിടത്ത് 10-30 പേരുണ്ട്. ഞാൻ പറഞ്ഞിട്ട്, ഈ കേരളത്തിന്റെ സുഗമമായിട്ടുള്ള രാഷ്ട്രീയ ഭരണകൂടം ഭരണം ചക്രം തിരിക്കുന്നതിന് വേണ്ടി 20 പേര് പോരാ സർ, 20 മന്ത്രിമാർ പോരാ. തന്നെയല്ല, എന്നെ സംബന്ധിച്ചിട്ട് ഈ ഒരു മന്ത്രിക്ക് 2-3 തലവനായിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് ആ മേഖലയിൽ പ്രാവീണ്യമില്ലെങ്കിൽ അത് വേസ്റ്റാണ്, പറ്റില്ല. അതാണ് പ്രശ്നം. സാംസ്കാരിക വകുപ്പുമായിട്ട് ഒരു മന്ത്രി വരുന്നു, അദ്ദേഹം തന്നെ തീരദേശ മേഖലയിലേക്ക് വരും. സജി ചെറിയ കൺവെൻഷൻ ഇരുന്നതാണ്. അപ്പൊ ഈ തീരദേശത്തിന്റെയും സാംസ്കാരിക മേഖല 2 വിഭിന്ന മേഖലകളാണ്.
ഈ രണ്ട് മേഖലകളുടെയും തലവനായിട്ട് ഒരാൾ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു രാത്രി ഉറങ്ങി പിറ്റേന്ന് രാവിലെ എണ്ണീറ്റ് ഈ രണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെയും HOD-മാരെ കണ്ടിട്ട് എന്ത് പറയാം? എന്ത് തീരുമാനം കേരളത്തിന് സംഭാവനയാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എണ്ണം കൂട്ടിയിട്ട് ഇപ്പോൾ 30 പേരുള്ളത് 15 മതി. അതെ, അപ്പോൾ നമുക്ക് വിഭവശേഷി കൂടുകയും ഒരാൾക്ക് സംതൃപ്തിയായിട്ട് ഒരു മന്ത്രി എന്നുള്ള സ്ഥാനം കിട്ടി, ഒരു കാർ പോകട്ടെ, കുഴപ്പമില്ല, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഒപ്പിക്കോട്ടെ. എനിവേ, എന്നാലും കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാം. അതിൽ ഒരു സജഷൻ കൂടി ഞാൻ വെക്കുകയാണ്. കമ്പാഷന് വേണ്ടി നിങ്ങളൊരു മിനിസ്ട്രി ഉണ്ടാക്കണം. ഈ പറയുന്ന 3.5 കോടി ജനങ്ങൾ അവരുടെ കമ്പാഷൻ അതിദരിദ്രരില്ല എന്ന് കഴിഞ്ഞ മുഖ്യമന്ത്രിക്ക് പറയാൻ കഴിയും. എവിടെ പറയാൻ കഴിയും? അതിദരിദ്രരുണ്ട്. ഇടത്തരക്കാരിലാണ് അതിദരിദ്രരുള്ളത്. അവന്റെ ദാരിദ്ര്യം തീരുന്ന എവിടെയെന്നറിയോ? ഒരു മുഴം കയറൽ, അല്ലെങ്കിൽ വിഷത്തിൽ, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ട്രെയിനിന് മുമ്പിൽ. അവൻ അതിദരിദ്രനല്ല എന്നുള്ള അഭിമാനം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. സീറോ ബാലൻസ് ആണ് എന്നും. അതിദരിദ്രത്തിന്റെ ബാലൻസ്, ബാങ്ക് ബാലൻസ് നിങ്ങൾ എത്ര വെച്ചിരിക്കുന്നത്? 25,000 രൂപ പ്രതി ശീർഷം. അതിന് താഴെയാണ് എന്റെ മഹാന്മാരെ ഇവിടെയുള്ള ഇടത്തരക്കാരന്മാരുടെ ബാങ്ക് ബാലൻസ്. ഇഷ്ടം പോലെ സീറോ ബാലൻസ് ആണ് ദിനം പ്രതി. അവന്റെ അഭിമാനം അതിദരിദ്രനല്ല എന്ന് തീരുമാനിക്കുന്നത് ഒരു മുഴം കയറൽ, ഒരു കുപ്പി വിഷത്തിൽ, ഒരു ട്രെയിനിന് മുമ്പിൽ ചാടി. അത് മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ അതിദാരിദ്ര്യം ഇല്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കമ്പാഷന് വേണ്ടി അത് ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ടാകും. പൊതുജനങ്ങൾ, 3.5 കോടി ജനങ്ങൾ, അവർ സംതൃപ്തരാണോ? ലോക സമസ്ത സൂനോ ഭവന്തു എന്നൊക്കെയാണ് നമ്മൾ പാടിയത്. മറ്റു രാജ്യങ്ങളിലുള്ളവരും ഈ ചരാചരങ്ങളും ഒക്കെ സുഖമായി ഭവിക്കട്ടെ എന്ന് പറയുന്ന നമ്മളുടെ തൊട്ടു മുമ്പിൽ ഒരുത്തൻ ജീവിതം അവസാനിപ്പിക്കാൻ തക്ക രീതിയിൽ വിഷമിക്കുന്നുണ്ട് എങ്കിൽ അവനെ കണ്ടുപിടിക്കുവാൻ ഒരു മിനിസ്ട്രി ഉണ്ടാകണം. ആ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യാൻ മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ഉണ്ടാകും. തീർച്ചയായിട്ടും. രഞ്ജി, ഈ പറയുന്ന നിയുക്ത മുഖ്യമന്ത്രി സ്ഥാനമെടുക്കുമ്പോൾ നമ്മുടെ സിറ്റിസൺ ജേർണലിസ്റ്റുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അതായത് ദൈനംദിന പ്രവർത്തനങ്ങളിൽ പോലും ഒരു സിറ്റിസൺ ജേർണലിസ്റ്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് ജേഷ് ഇപ്പം പറഞ്ഞ പോലെ ഈ എന്താ പറയുക, ഓരോരോ മന്ത്രിമാരുടെക്ക് കൊടുക്കാൻ എടുത്താൽ പോകാത്ത വകുപ്പുകൾ കൊടുക്കരുത്. അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഈ ലോക്കലായിട്ടുള്ള ഇതുപോലെ സിറ്റിസൺ ജേർണലിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് തലം മുതലുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്യണം. ഇത് മേളിലിരിക്കുന്നവർ താഴെ എന്ത് നടക്കുന്നു അറിയുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. ഇപ്പൊ നമ്മുടെ സ്റ്റുഡിയോയിൽ കേരള സർക്കാരിന്റെ ധനകാര്യ സഹായങ്ങൾ എന്ന് പറഞ്ഞ ഒരു ബുക്ക് നമുക്ക് സെക്രട്ടറിയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ സർക്കാരിന്റെ ബുക്കാണ്. ആ ബുക്കിൽ പ്രതിപാദിക്കുന്ന സംവിധാനങ്ങൾ അതിൽ നമുക്ക് മുൻപേ നടന്നു പോയിട്ടുള്ള ദീർഘവീക്ഷണ പരതയുള്ള മഹാമനസ്കതയുള്ള മന്ത്രിമാർ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളതാണ്. അവർ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് നടത്തിയാൽ തന്നെ കേരളം മാവേലിയുടെ നാടാണ്. മഹാബലിയാണ് ആ കാലഘട്ടത്തിനേക്കാൾ സുന്ദരമായ ഒരു കാലഘട്ടമായിട്ട് കേരളത്തിനെ നിയന്ത്രിക്കുന്നതിനും നയിക്കുന്നതിനും ബഹുമാനപ്പെട്ട VD സതീശൻ അവർക്ക് സാധിക്കും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാനൊന്ന് പറയാം. ഇന്ന് വരെ നമുക്ക് ഭവനമില്ലായ്മ ഒരു വലിയ പ്രശ്നമാണ്. കേരളത്തിലെ മുഴുവൻ പേർക്കും ഭവനം കൊടുത്തിട്ടില്ല. കഴിഞ്ഞ LDF ഗവൺമെന്റ് അവർക്കൊരു വില്ല പ്രോജക്റ്റ്, ഒരു ഫ്ലാറ്റ് പ്രോജക്റ്റ് നടത്തി. പലയിടത്തും ഈ പ്രീഫാബ് സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ, ഫ്ലാറ്റ് ആയിട്ടില്ല. ജനങ്ങൾ ഇന്നും ഫ്ലാറ്റ് ആയിട്ട് കിടക്കുകയാണ്, താഴെത്തട്ടിൽ തറയിൽ കിടന്ന് തുറക്കുന്ന ഒരു സാഹചര്യത്തിൽ കിടക്കുകയാണ്. അപ്പം അവരുടെ ഈ പറയുന്ന സംരക്ഷണം, കെട്ടുറപ്പുള്ള ഭവനങ്ങളില്ലായ്മയാണ് ജിഷ പോലെയുള്ള പെൺകുട്ടികളുടെ കൊലപാതകങ്ങൾക്കടക്കം കാരണം. അപ്പൊ അവിടെ കെട്ടുറപ്പുള്ള ഭവനമില്ലായ്മ എന്നുള്ളത് 100% അതിദരിദ്രരില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഭവനമില്ലാത്തവരുണ്ടാകരുത്. അവർക്ക് വേണ്ടി ഈ പറയുന്ന ഫ്ലാറ്റുകൾ സൗജന്യമായിട്ടോ ചെറിയ ഫീസ് വാങ്ങിയോ ജനങ്ങൾക്ക് അർഹതയുള്ളവർക്ക് നൽകാൻ തക്ക രീതിയിലുള്ള ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടാകണം. അതുപോലെ നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് EMS ഭവന പദ്ധതി. എത്ര രൂപയാണ് ജനം കൊടുക്കുന്നത്? 3 ലക്ഷം, 4 ലക്ഷം. ചെറിയ പൈസ. 4 ലക്ഷം രൂപ കിട്ടാൻ ഇവൻ ആദ്യം സ്വന്തം കയ്യിൽ നിന്ന്, ആരാണെന്നറിയോ, അതിദരിദ്രനാ ഈ വീട് വെക്കാൻ പോണേ, അവന് 4 ലക്ഷം രൂപ അലോട്ട് ചെയ്തു. വളരെ സന്തോഷത്തോടു കൂടി അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഗഡു അലോട്ട് ചെയ്തിട്ടുണ്ട്, തറ കെട്ടാനുള്ള പൈസ. അപ്പൊ സാർ അത് തരാം, പോയി തറ കെട്ടിട്ട് വരൂ, അത് ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ടേ കാണിക്കൂ. ഈ പാവം പിടിച്ചവൻ അന്നത്തെ അരി മേടിക്കാൻ പൈസ ഇല്ലാത്തവനാ, അവൻ എവിടെങ്കിലും പോയി തറ കെട്ടിക്കൊണ്ട് വരും. ഈ തറ കെട്ടിയിട്ട് വന്നിട്ട് അടുത്ത ഇങ്ങനെയൊക്കെയാണ് ഒരു സംവിധാനം ചെയ്യുന്നത്. മലനാട് TV 67 പേർക്ക് ആകാശം മറിച്ചുള്ള ഭവനം കൊടുത്ത ഒരു ചാനലാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു മീഡിയ ഹൗസിന് ഒരു കോളനി ഉള്ളത്. അത് മലപ്പുറത്ത് ബഹുമാനപ്പെട്ട നാസർമാന് നൽകിയിട്ടുള്ള 3 ഏക്കർ സ്ഥലത്താണ്, അല്ലേ? അപ്പം അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നിങ്ങളെ അതേപോലെ സഹകരിക്കുവാനും സപ്പോർട്ട് ചെയ്യുവാനുമായിട്ട് നാസർമാനെ പോലെയുള്ള ആളുകളും NGOസും ഇവിടെയുണ്ട്. അവരുടെയൊക്കെ സഹായം തേടിക്കൊണ്ട് ബഹുമാനപ്പെട്ട VD സതീശൻ മുഖ്യമന്ത്രിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന ഹാൻഡ് ബുക്കിനകത്ത് കണ്ട ഒരു ഭവന വായ്പയെ കുറിച്ച് കേട്ടപ്പോൾ വളരെയധികം അത്ഭുതപ്പെട്ടു. അത് വസ്തു വാങ്ങി വീട് വെക്കുന്നതിന് 25 ലക്ഷം രൂപ വരെ ഉണ്ട്.
അത് ശരി. ചക്കളിയാർ അങ്ങനെ പറഞ്ഞാൽ അരുന്ധതിയാർ എന്ന് പറയുന്ന OBC പിന്നെ ഇനത്തിൽപ്പെട്ടിട്ടുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും സാധുക്കൾക്ക് ഈ 25 ലക്ഷം രൂപയുടെ ഭവനം കിട്ടിയതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്? ഒരിക്കലുമില്ല. മറ്റൊന്ന്, വസ്തു വാങ്ങി കൃഷി ഇറക്കാൻ ഇതേ ഇനത്തിൽപ്പെട്ട ആളുകൾക്ക് കർഷകരാണെങ്കിൽ അവർക്കും 25 ലക്ഷം രൂപയുണ്ട്. ഇത്തരം ഈ പറയുന്ന ഗവൺമെന്റ് ജിയോയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെട്ടിട്ടുള്ള പദ്ധതികളെ കുറിച്ച് ജനങ്ങളെ അറിയിക്കാനുമാണ് മലനാട് TV ജനനായകർ എന്നുള്ള പ്രോഗ്രാമുമായിട്ട് ഗ്രാമാന്തരങ്ങൾ കയറി ഇറങ്ങുന്നത്. തീർച്ചയായിട്ടും അത് ഇതിപ്പം ജയേഷ് പറയുമ്പോൾ തന്നെയാണ് ഒരുപക്ഷെ എനിക്കും അതിൻ്റെ അകത്തൊരു തിരിച്ചറിവ് വരുന്നത്. ഒരു മാധ്യമങ്ങളും ഇതൊന്നും ആർക്കും അറിയില്ല. ഒരു മാധ്യമങ്ങളും ഇത്തരം പദ്ധതികളെ കുറിച്ച് ഡിസ്കസ് ചെയ്യാറില്ല. നോക്കൂ, നമ്മൾ ഇവിടെ നിന്ന് ഈ പറയുന്ന സംവാദം അല്ലെങ്കിൽ ഈ പറയുന്ന ചർച്ച, ഒരു ജനപ്രിയ നേതാവിന്റെ അരങ്ങേറ്റം നമ്മൾ ആഘോഷിക്കുന്നത് ഇങ്ങനെയാണ് ജനങ്ങളോടൊപ്പം. ഈ സമയത്ത് നമ്മൾ ഈ പറഞ്ഞതുപോലെ മറ്റ് മാധ്യമങ്ങളൊന്നും കണ്ടു നോക്കും, അവരുടെ എന്താ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി വെറുതെ തർക്കം, എന്നിട്ട് ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നു, മറ്റേയാളെ കുറ്റം പറയുന്നു, മറ്റേ പിടിച്ചു പറിക്കുന്നു. ഇത് എന്ത് മാധ്യമ പ്രവർത്തനം? നിങ്ങൾ മാധ്യമങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കും, ഇത് കഴിഞ്ഞു, ആ ഒരു ചാപ്റ്റർ അടങ്ങും. CM ആയി VD സതീശൻ. ഇനി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാനും അല്ലെങ്കിൽ അദ്ദേഹത്തെ ഭരണത്തെ നിങ്ങൾ നോക്കൂ, കുറ്റമുണ്ടെങ്കിൽ കുറ്റം പറയൂ. ഈ കോൺഗ്രസിന്റെ തല്ലും വഴക്കും അടിയും ഒന്നും കേരളത്തിലെ ജനങ്ങളുമായിട്ട് സംബന്ധിക്കുന്ന കാര്യങ്ങളേ അല്ല. തർക്കം തീർന്നു, VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും രഞ്ജിത്ത്, നമുക്ക് കുറച്ച് ആളുകൾ ഇപ്പൊ നമ്മളുടെ കോളുകളിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്ലേ ഔട്ടിൽ നിന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പിന്നെ ആളുകളുടെ അഭിപ്രായങ്ങളുടെ ആരായേണ്ടതുണ്ട്. ആകാംക്ഷയോടുകൂടി കേരള ജനത കാത്തിരിക്കുന്ന VDSന്റെ ഈ പറയുന്ന അരങ്ങേറ്റം അല്ലെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ കടന്നുവരവ് എങ്ങനെയാണ് കേരളം കാണുന്നതെന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് മടങ്ങി വരാം. മലനാട് TVയുടെ കേരള നവോത്ഥാന മാധ്യമയാത്ര സീസൺ 2. നമ്മുടെ മലനാട് TV പെരുമ്പാവൂരിലേക്ക് വരികയാണ്. ജനനായകർ എന്നുള്ള പരിപാടിയിൽ എന്നെ ഇന്റർവ്യൂ ചെയ്തതിന് മലനാട് ടെലിവിഷൻ ചാനലിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. മലനാട് ടെലിവിഷന്റെ ഈ പ്രോഗ്രാം ഗുണകരമായിരിക്കും. മലനാട് TVയുടെ ജനനായകൻ എന്ന പരിപാടി എല്ലാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്ന ഈ പരിപാടി നടക്കുന്നെന്നറിഞ്ഞൊരു സന്തോഷം. മലനാട് TVയുടെ ജനനായകർ എന്ന പരിപാടി വളരെ വിജയകരമായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തില് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളുടെ വിഷാംശം പരിശോധിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല. നിങ്ങൾ അറിഞ്ഞോ, നമ്മുടെ നാടിന്റെ നായകർ ജനനായകർ ഒന്നിക്കുന്നു, അതും അത്യുഗ്രൻ ഉത്സവത്തിലൂടെ. നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ കടാമ്പുഴ എന്ന സ്ഥലത്താണ്. 140 നിയമസഭാ മണ്ഡലങ്ങൾ. ജനനായകർ എന്ന പദ്ധതിക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. 140 ജനപ്രിയ MLA-മാർ. നവീനങ്ങളായ നിരവധി പരിപാടികൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മലനാട് TV നിൽക്കുന്നത്. അതുതന്നെ മലനാട് TVയെ വേറിട്ട ഒരു വാർത്താ ചാനലായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. ഒരു പുതിയ പരിപാടിയുമായിട്ടാണ് ഇപ്പോൾ മലനാട് TV അതിൻ്റെ യാത്ര തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുണ്ടാവില്ലേ? നമ്മുടെ നാടിന്റെ വികസനം ഇനി നമ്മളിലൂടെ. കാരണം നിങ്ങളാണ് ജനനായകർ. You are watching India's first NGO television, Malanad TV India. നമ്മളോടൊപ്പം പല ആളുകൾ സംവേദിക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മളോടൊപ്പം ആശ തൃപ്പൂണിത്തറയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകയാണ്. സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ആശ ഇപ്പോൾ കൂടെ. ആശ, കേൾക്കാമോ? ഓക്കെ. ആശ, നമ്മളുടെ നിയുക്ത മുഖ്യമന്ത്രി VDSന്റെ ഈ കടന്നുവരവിനെ എങ്ങനെയാണ് കാണുന്നത്? നല്ല രീതിയിൽ തന്നെ കാണുന്നു. സ്ത്രീകൾക്ക് മുൻഗണന കൊടുക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സമൂഹത്തിൽ നമ്മളുടെ ആരോഗ്യ മേഖല പൂർണ്ണമായി നോക്കാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ ആശാവർക്കർമാർക്ക് കൊടുത്തതിലേക്ക് അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണം. അതുപോലെ സ്ത്രീകൾക്ക് സുരക്ഷ എന്നുള്ള പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സുരക്ഷ യാഥാർത്ഥ്യമാക്കണം. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെ സന്തോഷം ആശ. എന്തായാലും നിയുക്ത മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഞങ്ങളും ഇതൊരു നിവേദനമായിട്ട് വയ്ക്കുകയാണ്. നന്ദി.
ഞാൻ പറഞ്ഞില്ലേ ജേഷ്, ഇതാണ് സാധാരണ ജനങ്ങൾ വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട്. സാധാരണ ജനങ്ങളുടെ സപ്പോർട്ടാണ് അദ്ദേഹത്തിന്. തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾ, എനിക്ക് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, CM-നെ കാത്തിരിക്കുന്നത് ചെറിയൊരു ടാസ്ക് അല്ല. കാരണം പുറത്തു നിന്നുള്ള ഇപ്പോൾ തന്നെ സമരങ്ങളുടെ ഒരു പരമ്പര തന്നെ തുടങ്ങിക്കഴിഞ്ഞു. ഒന്നത്. രണ്ട്, വീടിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കലുഷിതമായുള്ള ചാൻസസ് ഉണ്ട്. പ്രത്യേകിച്ചും രമേഷ് ജിയോട് എനിക്ക് പറയാനുള്ള, ആരാധനായ ശ്രീ രമേഷ് ജി, അങ്ങ് ഇങ്ങനെ പിണങ്ങി മാറി നിൽക്കാതെ, അല്ലെങ്കിൽ അങ്ങ് മാറുമ്പോൾ അങ്ങയുടെ ഒപ്പമുള്ള, അങ്ങയെ സ്നേഹിക്കുന്ന ചില അണികളുണ്ട്, അല്ലെങ്കിൽ അങ്ങയ്ക്കൊപ്പമുള്ള ചില MLA-മാരുണ്ട്. അവരൊക്കെ ഒരു പക്ഷേ വി ഡി സതീശനോട് മുഖം തിരിച്ച് നിൽക്കാനും അതൊരു ബുദ്ധിമുട്ടിലേക്ക് മാറാനും, അതുപോലെ തന്നെ KC വേണുഗോപാലിനൊപ്പമുള്ള MLA-മാർ, നിങ്ങൾ ഇനി ഇത് മറന്ന്, ഗ്രൂപ്പിസം മറന്ന് വി ഡി സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് തീർച്ചയായിട്ടും നമ്മൾ രഞ്ജി വർഗീസ് ഇപ്പം നമ്മളെ തത്സമയം ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഒപ്പം ഇപ്പം നമ്മളുടെ മുൻ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നമ്മളുടെ ഒപ്പം ചേരുകയാണ്. സാർ നമസ്കാരം. ഹലോ, നമസ്കാരം. സാർ, നമ്മൾ തത്സമയം നമ്മളുടെ ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സാറിനെ കൊടുക്കുക. ഓക്കെ. അപ്പോൾ എന്തായാലും പി പ്രസാദ് നമ്മളുടെ ഒപ്പം ഇപ്പോൾ ചേരും. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ചേർത്തലയിൽ നിന്ന് മത്സരിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി വീണ്ടും ഒരു മന്ത്രിയെ അല്ലെങ്കിൽ ഒരു MLA ജനസംവിധാനാവകാശം രേഖപ്പെടുത്തി ജനങ്ങൾ നെഞ്ചിലേക്ക് ഏറ്റുമ്പോൾ അദ്ദേഹത്തിന് തികഞ്ഞ അർപ്പണബോധത്തോടുകൂടി അദ്ദേഹം നടത്തിയത് ആ ഒരു ഇടപെടൽ കൊണ്ടാണ് അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം കിട്ടിയത്. ഇപ്പോൾ UDF ആണ് ഭരിക്കുന്നത്. മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിലുള്ളത്. ഗംഭീരമായിട്ട് കേരളത്തെ 5 വർഷം. തീർച്ചയായിട്ടും സാർ കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കാം. ഓക്കെ. പി പ്രസാദ്, മുൻ കൃഷി വകുപ്പ് മന്ത്രിയും ചേർത്തല MLA കൂടിയായിട്ടുള്ള പി പ്രസാദാണ് നമ്മളൊപ്പം ഉള്ളത്. ഇന്ന് നമ്മളുടെ പുതിയ മുഖ്യമന്ത്രി, നിയുക്ത മുഖ്യമന്ത്രിയായിട്ട് VDS അധികാരമേൽക്കുന്ന ഒരു ദിവസമാണ്. ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാവരെയും ഒരുപോലെ കാണണം എന്നുള്ളൊരു നിർദ്ദേശം. അതായത് UDF-ന്റെ ഭരണകാലമാണ്, LDF-ന്റെ ഒരു MLA ആണ് ഇപ്പോൾ നമ്മളിപ്പോൾ സംവേദിക്കുന്നത്, മുൻ കൃഷി വകുപ്പ് മന്ത്രിയാണ്. പലപ്പോഴും ഈ പറയുന്ന ഫണ്ടിന്റെ കാര്യത്തിലും ഇംപ്ലിമെന്റേഷൻ നടക്കുമ്പോഴും ഒരു ചെറിയ അകൽച്ച ഈ UDF LDF എന്നൊക്കെ പറഞ്ഞിട്ട് നടക്കാറുണ്ട്. ഇനി അത് ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സാർ, എങ്ങനെയാണ് VDS-ന്റെ ഈ ഒരു കടന്നുവരനെ കാണുന്നത്? സ്മാർട്ട് കൃഷി ഭവനുകൾ നടത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഏറ്റവും അനിവാര്യമായിട്ടുള്ളവിടെയാണ്, അടിയന്തരമായി സഹായിക്കുന്നവിടെയാണ്. അങ്ങനത്തെ ആ സെലക്ഷൻ എല്ലാം നടത്തുന്നത് അത് MLA-മാർക്കടക്കം അറിയാവുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ മേഖലയിലും അതേപോലെയുള്ള ഇടപെടലാണ് ഉണ്ടാകുന്നത്. UDF-ന് ആ ഇടപെടൽ നടത്താൻ കഴിയട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. അങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതായിരിക്കും. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് എല്ലാവരെയും പോവുക എന്നാണ് സ്വീകരിച്ചത്. പലപ്പോഴും നിഷേധാത്മകമായ രീതിയിൽ എന്ത് ചെയ്താലും അതെല്ലാം മോശപ്പെട്ടതാണ് എന്ന് വ്യാഖ്യാനിക്കുകയും അതിന്റെ ആ തരത്തിലേക്ക് വിലയിരുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഉള്ള നിലപാടാണ് അവരുടെ ഭാഗത്ത് നിലനിൽക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ആയിരിക്കില്ല. ക്രിയാത്മകമായ പ്രതിപക്ഷമായി തന്നെ ഞങ്ങൾ ചുമതലകൾ ഏറ്റെടുത്ത് മുമ്പോട്ടേക്ക് പോകും. ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുമ്പോട്ടേക്ക് പോകും. നല്ല തരത്തിൽ കേരളത്തിന്റെ ഭരണം നടത്തിക്കൊണ്ടുപോകാൻ UDF-ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നമ്മൾ കേരളത്തിലും ഡൽഹിയിലുമെല്ലാം കണ്ട പൊറാട്ട് നാടകങ്ങൾ രാഷ്ട്രീയത്തോട് തന്നെ ഒരവജ്ഞയും ഉച്ചവും ജനങ്ങൾക്കും മാത്രം ഉപയോഗിക്കുന്ന തരത്തിൽ ഇത്രമേൽ രാഷ്ട്രീയ രീതികളെല്ലാം ഈ തരത്തിൽ മോശപ്പെടുത്താൻ കഴിയും അവർ കാണിച്ചത്. അതിനെല്ലാം മാറ്റി തീർത്ത് മുമ്പോട്ടേക്ക് പോകാൻ കഴിഞ്ഞ നന്നായി തന്നെ പറയുന്നു. തീർച്ചയായിട്ടും സാർ, നാടകാന്ത്യം ചിന്ത്യം എന്ന് പറയുന്നത് പോലെ VD സതീശൻ എന്ന് പറഞ്ഞ ആളിനെ AICC സെലക്ട് ചെയ്ത ആ അനൗൺസ്മെന്റിനെ എങ്ങനെയാണ് കാണുന്നത്? ഞാനത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്തമാണ്. കോൺഗ്രസ് ആണ് ചെയ്യുന്നതല്ല. പക്ഷേ കോൺഗ്രസ് തെറ്റ് തീരുമാനം കൊണ്ട് എടുക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചത് അങ്ങേറ്റം അപകടകരമായ സംസ്ഥാനമാക്കില്ല. സ്വന്തം പാർട്ടിയുടെ നേതാവിനെ തീരുമാനിക്കാൻ ആ പാർട്ടിക്ക് നമ്മൾ കൽപ്പിച്ചു കൊടുക്കുന്ന ഏറ്റവും ഉയർന്ന കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിക്ക് പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഘടകകക്ഷികൾ അടക്കമുള്ള അഭിപ്രായങ്ങൾ കേരളത്തിൽ വരുമ്പോൾ മറ്റു പലരും കാരണക്കാരായി ചെയ്യുന്നത് ജനാധിപത്യത്തെ അവഗണിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉണ്ടാക്കാൻ അസ്വസ്ഥതകൾ ചെറുതായിരിക്കുകയുണ്ട്. ഇതൊക്കെ പാർട്ടിക്കകത്ത് മാത്രമുള്ള സംഭവം. ഞങ്ങളുടെ കാര്യങ്ങളും ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ള എന്ന് പറയുന്ന തരത്തിൽ അതിനെ മാറ്റി നിർത്താൻ പറ്റാത്ത കാണിച്ചാൽ ഒരു ഭരണരംഗത്ത് അതിന്റെ
തീർച്ചയായിട്ടും മികച്ച നിയമസഭാ ആളുകളും ഈ പിന്തുണകളും ഈ സാക്ഷ്യങ്ങളും ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് പറയുന്നതെല്ലാം ഇനി സംഭവിക്കുന്നത് ഇതിന്റെയൊക്കെ അതിരടങ്ങൾ ഓരോ ഭരണരംഗത്തും കണക്കും. ആ ഭരണം എന്ന് പറയുന്നത് മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒന്നാണ്. തീർച്ചയായിട്ടും ഈ തീരുമാനങ്ങളുടെ ഒക്കെ ജനങ്ങൾ അനുഭവിക്കേണ്ടതായി വരും. അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ വ്യത്യാസങ്ങൾ ഇടവരുത്തി. തീർച്ചയായിട്ടും സാർ, രാജ്യത്ത് ആദ്യമായിട്ട് ഒരു നിയമസഭാ സാമാജികനെ തേടി, ഏറ്റവും മികച്ച നിയമസഭാ സാമാജികരെ തേടിയുള്ള മലനാട് ടിവിയുടെ യാത്രയുടെ 1ാമത്തെ എപ്പിസോഡിലാണ് അങ്ങ് പങ്കെടുത്തത്. ജനനായകർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചതിന് വളരെയധികം നന്ദി സാർ. പരിശോധിക്കാൻ കേരളത്തിൽ സംവിധാനമില്ല. നമ്മുടെ ചേർത്തലയുടെ CPIയുടെ MLA ആരാധനായ മുൻ കൃഷിമന്ത്രി പി പ്രസാദിനോടാണ് നമ്മൾ സംവദിച്ചത്. അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും ജനനായകർ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹമൊക്കെ തരുന്ന ഒരു സപ്പോർട്ടുണ്ട്, ഒരു നമ്മളെ മുന്നോട്ട് നയിക്കുന്ന. അതുപോലെ തന്നെ ഇപ്പോൾ സജി ചെറിയനായാലും ബാലഗോപാൽ ആയാലും അതുപോലെ തന്നെ ഈവൻ VD സതീശൻ, രമേഷ് ജി, ഇവരൊക്കെ നമ്മുടെ ഒരു പ്രോജക്റ്റ് പറയുന്ന സമയത്ത് എത്ര എന്താ പറയുക, എത്ര ഇതായിട്ടാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് മുന്നോട്ട് പോകും, ഇതൊരു വ്യത്യസ്തമായ വലിയ മാറ്റമാണ്, നവയുഗം അല്ലെ? കേരളത്തിനെ സംബന്ധിച്ചിട്ട് രാഷ്ട്രീയത്തിൽ ഒരു നവയുഗത്തിന്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ വേറെ കൃത്യങ്ങളില്ലാത്ത ഒരു പിന്നെ എന്താണ് ഗവേണിങ്സ് കടന്നു വരിക. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിരിക്കണം. കാരണം ഇടത് വലത് പിന്നെ ഈ പറഞ്ഞ പോലെ ലീഗ് പക്ഷങ്ങളില്ലാത്ത ഒരു കേരള ഭരണകൂടമാണ് ഇനി വേണ്ടത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങൾ കക്ഷി രാഷ്ട്രീയങ്ങൾ മറക്കുക. ഇനി ഇവിടെ മികച്ചതാര എന്നൊരു ഘടകമുണ്ട്. UDF ആണോ മികച്ചത്, LDF ആണോ മികച്ചത്, ഇനി ലീഗിന്റെ MLA മാരാണോ മികച്ചത്? അവിടെ നിങ്ങൾക്ക് അവസരമുണ്ട്. അതാണ് മലനാട് ടിവിയുടെ ജനനായകർ. അത് അടുത്ത ഇലക്ഷനിൽ നിങ്ങൾക്ക് യാതൊരു PR വർക്കും വേണ്ട. നിങ്ങൾ മുടക്കുന്ന കോടാനുകോടികളുടെ എമൗണ്ട് മുടക്കിക്കൊണ്ടാണ് മലനാട് TV ഈ PR വർക്ക് നടത്തുന്നത്. ഏറ്റവും മികച്ച ജനനായകരെ തേടി, നിയമസഭാ സാമാജികരെ തേടി, മികച്ച പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരെ തേടി, മികച്ച വാർഡ് മെമ്പർമാരെ തേടി, മികച്ച അധികാരികളുടെ തലവന്മാരെ, വകുപ്പ് നേതാക്കന്മാരെ, മേധാവികളെ തേടി മലനാട് TV ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുക ഈ അടുത്ത ഇലക്ഷനിൽ, ഇനി ഒരു 5 വർഷം കഴിഞ്ഞ് തുടങ്ങുന്ന നിയമസഭാ ഇലക്ഷനിൽ സംവിധാനം തേടുന്ന നിങ്ങൾ ഓരോരുത്തർക്കും, പാർട്ടി ഭേദമന്യേ നിങ്ങൾ ഓരോരുത്തർക്കും. ജേഷ്, ഇതിന്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കുന്നതെന്ന്, ഇന്ന് വരെ ഒരാളും അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷേ കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ ഭൂപടത്തിലേക്ക് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുപോകുന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. കേരളത്തിൽ മാത്രമല്ല റഞ്ജി, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മോഡലാണ്. ഈ ഒരു പ്രോഗ്രാം 5 വർഷം കൊണ്ട് നമ്മൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ജനങ്ങളിലേക്ക് ഇവർ ചെയ്തതെന്ത്, ഈ സമൂഹം, നമ്മൾ ഇലക്ട് ചെയ്യപ്പെട്ട സമൂഹം, നമ്മളുടെ അധികാരവർഗം, നമ്മളുടെ പിന്നെ ജനാധിപത്യത്തിന്റെ 4 തൂണുകൾ കേരളത്തിൽ എന്ത് നടത്തുന്നുണ്ട് എന്നുള്ള സമഗ്രമായ വീക്ഷണം, ഒരു തികഞ്ഞ ട്രാൻസ്പെറൻസിയുള്ള അക്കൗണ്ടബിലിറ്റിയുള്ള ഒരു പ്രോഗ്രാമിലൂടെ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ രാജ്യമൊട്ടാകെയും ലോകമൊട്ടാകെയും UN അടക്കം ഇത് ശ്രദ്ധിക്കും എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രോഗ്രാമിന് എല്ലാവരുടെയും സപ്പോർട്ടുകൾ, മാധ്യമങ്ങളുടെ അടക്കം, അതുപോലെ തന്നെ നമുക്ക് പിന്നെ എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് നിന്നുകൊണ്ട് വേണം ഈ ഒരു പരിപാടിയെ നമ്മൾ സ്വീകരിക്കുന്നത്. എന്തായാലും VD സതീശൻ്റെ ക്യാമ്പ് അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം വളരെ സന്തോഷത്തിലാണ്. അതുപോലെ തന്നെ ഒരിക്കൽ കൂടി ജയേഷ് തുടക്കത്തിൽ പറഞ്ഞ AICCക്ക് ഒരു ബിഗ് സല്യൂട്ട്. 11 ദിവസം കഴിഞ്ഞെങ്കിലും എന്താ പറയുന്നത്, ജനവികാരം മാനിച്ചുകൊണ്ടുള്ള തീരുമാനം, അതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളത്. ഭാവി പ്രശ്നങ്ങൾ എന്താണെന്നൊന്നും നോക്കാതെ രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം അങ്ങനെ എടുത്തേ കഴിയുള്ളൂ. ജനങ്ങളെ മാറ്റി നിർത്തിയിട്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാനും കഴിയില്ല. അപ്പോൾ എന്തായാലും നിയുക്ത മുഖ്യമന്ത്രിക്ക് മലനാട് TVയുടെ ഒരു ബിഗ് സല്യൂട്ട്. അതുപോലെ അങ്ങയുടെ ഒപ്പം മലനാട് TV യാത്ര തുടങ്ങുകയാണ്, അങ്ങയുടെ മന്ത്രിസഭയോടൊപ്പം. അതുപോലെ തന്നെ 140 MLA മാരൊപ്പം മലനാട് TVയുടെ യാത്ര തുടങ്ങുന്നു. ഒരുപാട് പല പ്രാവശ്യം നമ്മൾ പറഞ്ഞിട്ടുള്ളതുണ്ട്, കേരളത്തിനെ പലപ്പോഴും ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് ലോകരാജ്യങ്ങൾ വിശേഷിപ്പിക്കുമ്പോൾ കേരളീയർ പറയുന്നത് ഞണ്ടുകളുടെ ലോകമെന്നാണ്. അതെ, മുന്നോട്ട് പോകുന്നവനെ കാലിൽ പിടിച്ച് കടിച്ച് താഴോട്ട് വലിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു അതിനൊരു ഉദാഹരണമുണ്ടായത്, അതിൻ്റെ കാരണമായത്. ഇനി മുതൽ അങ്ങനെയല്ല ആകേണ്ടത്. VD സതീശൻ എന്ന് പറഞ്ഞ നിയുക്ത മുഖ്യമന്ത്രിക്ക് എല്ലാ വിധത്തിലുള്ള സപ്പോർട്ടോടും കൂടി ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തലയും KC വേണുഗോപാൽ അടങ്ങുന്ന ഒരു വലിയ നേതൃത്വ നിരയുണ്ട് കോൺഗ്രസിന്. എല്ലാവരുടെയും ഉത്തമമായിട്ടുള്ള ഒരു സപ്പോർട്ട് കേരള കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFന്റെ എല്ലാ വിധത്തിലുള്ള ഘടകകക്ഷികളുടെ സപ്പോർട്ടുകൾ ബഹുമാനപ്പെട്ട നിയുക്ത മുഖ്യമന്ത്രിക്ക് ലഭിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും നമുക്ക് സന്ദേഹം വേണ്ട, വരുന്ന 1 വർഷം കൊണ്ട് തന്നെ നമ്മളുടെ പ്രതിശീർഷ കടം തീർക്കുന്നതിനും
കേരളത്തിൽ നല്ലൊരു ഗവേണിങ്സ് കാണിച്ചു കൊടുക്കുന്നതിനും കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് പോലെ ട്രീറ്റ് ചെയ്യപ്പെടുന്നതിനും ഉള്ള ഉദാഹരണമായിട്ട് ഈ സംസ്ഥാന ഗവൺമെൻറ്റിന് കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവിധത്തിലുമുള്ള അഭിനന്ദനങ്ങൾ UDF നൽകുന്നു, എല്ലാ ഘടകകക്ഷികൾക്കും. അതുപോലെ തന്നെ LDF ഭാഗത്തു നിന്നുള്ള 25 MLA-മാർ 35ഓളം MLA-മാരുണ്ട്. എല്ലാവരും കൂടെ ചേർന്ന് മികച്ച ഒരു കേരളത്തെ മികച്ച രീതിയിലേക്ക് ലോകരാജ്യങ്ങളുടെ നെറുകയിലേക്ക് കേരളത്തെ എത്തിക്കുന്നതിന് ശ്രമിക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. 1ാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ ജനനായകർ എന്നുള്ള പരിപാടിയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ പങ്കെടുത്ത് ഈ പറഞ്ഞ പോലുള്ള സജഷൻസ് ഒത്തിരി ഉണ്ടാകും. എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഒരുപാട് പേരുടെ പേരുകൾ പറയേണ്ടിയിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുകയാണ്. ജനനായകർ എന്നുള്ള പരിപാടിക്ക് ചുക്കാൻ പിടിക്കുന്നത് മലനാട് TV-യുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറമാണ്. അതിൻ്റെ ദേശീയ തലത്തിലുള്ള നേതാക്കൾ, സംസ്ഥാന തലത്തിലുള്ള അധ്യക്ഷന്മാർ, ജില്ലാ തലത്തിലുള്ള നേതാക്കന്മാർ, പ്രാദേശിക തലത്തിൽ പഞ്ചായത്ത് തലത്തിലുള്ള അധികാരികൾ അടക്കമുള്ള ഒരു വലിയ സമൂഹം നാളെ മുതൽ VD സതീശൻ ഭരണകൂടത്തെ ഇല്ലേ ബഹുമാനപ്പെട്ട VD സതീശൻ നയിക്കുന്ന കേരളത്തിലെ UDF ഗവൺമെന്റിനെ കൂടെ നിന്നുകൊണ്ട് സപ്പോർട്ട് ചെയ്യും. ആ ഗവൺമെന്റ് എന്തൊക്കെ നടത്തുന്നു എന്നുള്ളത് നിരീക്ഷിക്കും. നാളെ മുതൽ നിങ്ങൾ ഒരു മത്സരത്തിൽ എൻട്രി ആകുകയാണ്. ഇന്നു മുതൽ തീർച്ചയായിട്ടും അതിൽ പാർട്ടിസിപ്പേഷൻസ് വരികയാണ്. എല്ലാ MLA-മാരും ഇനി തെരഞ്ഞെടുക്കപ്പെടുന്ന മന്ത്രിമാരടക്കമുള്ളവർ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഞങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരിക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. എന്തായാലും ബഹുമാനപ്പെട്ട VD സതീശൻ, അങ്ങ് ഈ കഴിഞ്ഞ 10 ദിവസം അനുഭവിച്ചത് 10 വർഷം കൊണ്ട് അനുഭവിക്കാനുള്ള ദുരിതങ്ങളായിരുന്നു. അങ്ങയുടെ ഈ കാലാവസ്ഥാ വ്യതിയാനം പോലെ അങ്ങയുടെ ജീവിതത്തിൽ കടന്നു വരാവുന്ന എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുസ്മേരവദനായി, ഇന്ന് വരെ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അദ്ദേഹം സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല. സുസ്മേരവദനായി കേരള നിയമസഭയുടെ ആ നായക പദവി അങ്ങോട്ട് ഏൽക്കുക. നാളെ മുതൽ ഷൈൻ ചെയ്യുക. എന്തായാലും ഒരുപാട് സന്തോഷം. മനസ്സിൽ ഞങ്ങൾ കരുതിയിരുന്നതും മുഖ്യമന്ത്രി ആരായിരുന്നുള്ളതിനുള്ള ഡിബേറ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു. വടശ്ശേരി ദാമോദരൻ സതീശൻ എന്ന VDS കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്നു. ബിഗ് സല്യൂട്ട്. ദിസ് ഈസ് RJ Brothers signing off. You are watching Malanad TV India, the first national integration channel. This program brought to you by Parakat Nature Hotels and Resorts. DQ Face and Body Skin Friendly Soap. ICCS College of Engineering and Management. Mascom TMT 500D Steel Bars. പിന്തുടരാൻ ഒരു മികച്ച മാതൃക. Thunder Force Heli Service. Anywhere, anytime.